ഹലോ ഗൈസ്, വെൽക്കം ടു ഫോറക്സ് ലേണിംഗ് സീരീസ് പാർട്ട് 5. ഈ വീഡിയോയിൽ നിങ്ങൾ തംബ്നെയിലും ക്യാപ്ഷനൊക്കെ കണ്ട പോലെ തന്നെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് ഇത്. ചിലപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. നമുക്ക് ആ മനസ്സിലാവുന്ന ടൈമിൽ നമ്മൾ ഓരോരോ ടേംസ് ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, റെഫർ ചെയ്യാനും ഒക്കെ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി ഇരിക്കും. അതിപ്പോൾ നിങ്ങൾ ഫോറക്സ് എന്നല്ല, ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് എല്ലാ മാർക്കറ്റ് ഫീൽഡിലുള്ള ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എന്ന് വെച്ചാൽ നിങ്ങളൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അതേപോലെ വേറെ ഏത് ക്രിപ്റ്റോ ആയിക്കോട്ടെ, ഇനി ഏത് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, ക്രിപ്റ്റോ, ഫോറക്സ്, കമ്മോഡിറ്റി, ഏത് മാർക്കറ്റ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും ചാർട്ട് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലുണ്ട്. ഓക്കെ, നമുക്കത് എങ്ങനെയാണ് അതിൻ്റെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമുക്കിവിടെ സെർച്ചിൽ TRADINGVIEW ട്രേഡിംഗ് വ്യൂ എന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലിങ്കിലാണ് നമുക്ക് പോകേണ്ടത്. അതാണ് ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. നിങ്ങൾക്ക് പോകുമ്പോൾ കാണുന്ന ആ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ളതിൽ നിങ്ങൾക്ക് ആദ്യം ലോഗിൻ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും. ലോഗിൻ ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ലോഗിൻഡ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, എൻ്റെ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണാം, പിന്നെ അപ്ഗ്രേഡ് എന്നും കാണാം. കാരണം ഇത് എൻ്റെ ഫ്രീ വേർഷനാണ്. എന്ന് വെച്ചാൽ ഞാൻ പേഴ്സണലി പ്രീമിയം വേർഷൻ ഉപയോഗിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. ഇൻ ഫ്യൂച്ചർ ഞാൻ ചിലപ്പോൾ പ്രീമിയം എടുത്തേക്കാം. ഓക്കെ, നിങ്ങളൊരു ബിഗിനറാണ്, ടോട്ടലി ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിൻ്റെ പ്രീമിയം വേർഷൻ്റെ ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ബേസിക് വേർഷൻ തന്നെ ഉപയോഗിക്കുക, ഫ്രീ വേർഷൻ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ എനിവേ അതാ ഞാൻ പറഞ്ഞത്, ബിഗിനറിനെ സംബന്ധിച്ച് അതൊരു ലിമിറ്റേഷൻ അല്ല. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അവിടെ നോക്കിയാൽ എനിക്ക് പ്രൊഫൈൽ ഐക്കൺ കാണാൻ പറ്റുന്നുണ്ട്, അവിടെ പേര് കാണാം, ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. റെഫർ ഫ്രണ്ട് എന്നൊക്കെ ഉണ്ട്. എന്താണ് അതിൻ്റെ പരിപാടി എന്നൊന്നും എനിക്കറിയില്ല. ദെൻ ബാക്കി വേറെ ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് ഇമെയിൽ ID വെച്ചിട്ടാണോ ലോഗിൻ ചെയ്യുന്നത് അതിൻ്റെ ഐക്കൺ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അത് ലോഗിൻഡ് ആവും. പിന്നെ നിങ്ങൾക്കിത് സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ ടാബ് ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, സെയിം ലോഗിൻ ID വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, സെയിം ലോഗിൻ ഇമെയിൽ ID വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സിസ്റ്റത്തിൽ എന്ത് കാര്യം ചെയ്താലും അത് ഈ വേറെ ഏത് ഡിവൈസിലോട്ടും റിഫ്ലക്റ്റ് ആയിക്കോളും, സെയിം അക്കൗണ്ട് ആണെങ്കിൽ. ഇനി നിങ്ങൾ ആ വേറെ മൊബൈൽ ഫോണിൽ എന്ത് അവിടെ ഡ്രോയിങ്സ് എന്ത് ചെയ്താലും അത് സിസ്റ്റത്തിലോട്ടും റിഫ്ലക്റ്റ് ആയിക്കോളും. അപ്പം അതൊരു ഹെൽപ്പായിട്ട്, അത് ഫ്രീ വേർഷനൊന്നും ആവശ്യമില്ല. അത് ബേസ് വേർഷനിൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റ് ആയിക്കോളും. അപ്പം അതൊക്കെ നല്ലൊരു ഫീച്ചറാണ് ഇതിൻ്റെ. ഓക്കെ, ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് ടെർമിനലാണ്. ഓക്കെ, ഒരിക്കലും ഒരു ബ്രോക്കർ അല്ല, നിങ്ങളാരും അത് തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും ഒരു ബ്രോക്കർ അല്ല, ഒരു ട്രേഡിംഗ് ടെർമിനൽ മാത്രമാണ്. ഇതിലേക്ക് നമുക്ക് ബ്രോക്കേഴ്സിനെ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം, ഏതൊക്കെ ബ്രോക്കേഴ്സ് ആണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്റർഫേസ് ഇതാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് താഴെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു പെയർ കാണണം അല്ലേ? സെർച്ചിൽ പോവാം, XAUUSD എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ XAUUSDs വരും. ഈ കുറേ XAUUSDയിലത്തെ ഈ ഓരോന്നും എന്താണെന്ന് വെച്ചാൽ, XAUUSDൻ്റെ ഓവാണ്ട എന്ന് പറഞ്ഞ ചാർട്ട്, അതേപോലെ forex.com എന്ന് പറഞ്ഞ ചാർട്ട്, അതുപോലെ FXCM, പെപ്പർ സ്റ്റോൺ, അങ്ങനെ പറഞ്ഞിട്ട് കുറേ, ഇതെല്ലാം ബ്രോക്കേഴ്സാണ്. ആ ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ചാർട്ടുകളാണ് ഇതൊക്കെ. ഗോൾഡിൻ്റെ തന്നെ പല ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ചാർട്ടാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അക്യുറസി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചാർട്ട് ആയിരിക്കണമല്ലോ നമ്മൾ എടുക്കണം. നമുക്ക് ഈ സാക്സോ എന്ന് പറയുന്ന ചാർട്ട് അത്യാവശ്യം അക്യുറസി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ forex.com നല്ല അക്യുറസി ഉള്ളതാണ്. forex.com നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഓവാണ്ട വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ ഫാർ മോർ ബെറ്റർ forex.com ആണ്. അക്യുറസിൻ്റെ കാര്യത്തിൽ, ചാർട്ട് അക്യുറസിൻ്റെ കാര്യത്തിൽ, പ്രൈസിൻ്റെ അക്യുറസിൻ്റെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഗോൾഡിൻ്റെ ഇതാണ് എടുക്കുന്നത്. അതിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു പേജിലോട്ട് പോകും. ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്യുന്നില്ല, ഞാൻ ബാക്ക് അടിക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് അവിടെ പേഴ്സ് സെർച്ച് ചെയ്യാൻ പറ്റും.
ദെൻ അതല്ലാതെ നമുക്കിവിടെ ലോഗിൻ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ലോഗിൻ അല്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കാണില്ല കേട്ടോ. ഈ ഒരു ബാർ ഇവിടെ കാണില്ല. ലോഗിൻ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബാർ ഇവിടെ വരും. അവിടെ നമുക്ക് വാച്ച് ലിസ്റ്റ് ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഓൾറെഡി എൻ്റെ ലോഗിൻ ആയതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന പേജും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 0 ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഒന്നും ഉണ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ അല്ല 0 അല്ല, നിങ്ങൾ ആദ്യമായിട്ട് വരുന്ന സമയത്ത് കുറേ പേജ് റാൻഡംലി കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതൊക്കെ വേണ്ടാത്തതൊക്കെ ദേ ഇവിടെ പോയി ഡിലീറ്റ് ആക്കുക. ഓരോന്ന് ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ട് വേണ്ടത് മാത്രം എടുത്ത് വയ്ക്കുക. ഓക്കെ, അതിനാദ്യം നിങ്ങളിവിടെ ഈ ഒരു പ്ലസ് ഐക്കണിൽ പോകണം. പ്ലസ് ഐക്കണിൽ പോകുമ്പോൾ നമ്മൾ അവിടെ സെർച്ച് ചെയ്ത പോലെ തന്നെ സെയിം ആ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഏതാണോ ആഡ് ആക്കേണ്ടത് അത് അവിടെ ആഡ് ആക്കി വയ്ക്കും. ഇപ്പോൾ ഗോൾഡ് ആഡ് ആക്കണമെങ്കിൽ ഗോൾഡ് XAUSD സെർച്ച് ചെയ്തിട്ട് ഏത് ചാർട്ട് പ്രൊവൈഡിങ് ബ്രോക്കർ ആണോ വേണ്ടത് അത് ആക്കി അവിടെ ആഡ്. ഇതിപ്പോൾ ഓൾറെഡി ആഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ഡിലീറ്റ് ഓപ്ഷനാണ് കാണുന്നത്. ആഡ് അല്ലെങ്കിൽ ആഡ് ആക്കുക. അത് ക്ലിക്ക് ചെയ്താൽ മതി, ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ആഡ് ആക്കുക. ഓൾറെഡി ആഡ് ആയി കിടക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ പെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ഇവിടെ ഈ ഒരു ഗോൾഡ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. നമുക്കിവിടെ പെയേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാതും ഇതേപോലെ കാണാൻ പറ്റും. ഗോൾഡിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഗോൾഡിൻ്റെ എന്തൊക്കെ ഇവിടെ കാണാൻ പറ്റും? ഗോൾഡിൻ്റെ ഒരു ലോഗോ അവിടെ കാണാൻ പറ്റും. ഗോൾഡ് പ്ലസ് $US ആണ് ഈ പെയർ. XAUUSD ഗോൾഡിൻ്റെ വേറെ നെയിമാണ്, എന്ന് വെച്ചാൽ കെമിക്കൽ നെയിമാണ് XAU എന്നുള്ളത്. അതിനെ US ഡോളർ കൊണ്ട് ഗോൾഡിനെ വാങ്ങുക എന്നാണ് ഈ ഒരു പെയർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, XAUUSD. ഇപ്പോൾ ഇവിടെ കാണാം XAUUSD എന്ന് അതിൻ്റെ ആ ഒരു കെമിക്കൽ നെയിം പ്ലസ് പെയർ നെയിം എന്ന് പറയാം. ഫോറക്സ് പെയർ നെയിമായിട്ട് ഗോൾഡിൻ്റെ പെയർ നെയിം ഇവിടെ കാണാം. അതിപ്പോൾ ഏത് ബ്രോക്കറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും കാണാൻ പറ്റും. മാർക്കറ്റ് ഇവിടെ കറൻ്റ്ലി ലൈവ് ആണോ അല്ലയോ എന്ന് കാണാം. ഗ്രീൻ ആണ് ഇപ്പോൾ കാണുന്നത്, മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വേറെ ക്ലോസ് എന്നുള്ള രീതിക്കായിരിക്കും കാണിക്കുക. ഓക്കെ, അതിന് താഴെ നമുക്ക് കറൻ്റ്ലി മാർക്കറ്റിൽ റൺ ആവുന്ന പ്രൈസ് ഇവിടെ കാണാൻ പറ്റും. 4237.52 USD പ്രൈസ് കറൻ്റ്ലി നിൽക്കുന്നത്. ഓക്കെ, അത് ഇപ്പോൾ ഫ്ലക്ച്വേറ്റ് ആവുന്നുണ്ട്. മാർക്കറ്റ് കറൻ്റ്ലി റണ്ണിങ് ആണ്. അപ്പോൾ ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ കാണാൻ പറ്റുന്നത് മാർക്കറ്റിൽ ഇന്നുണ്ടായ എന്ന് വെച്ചാൽ 24 മണിക്കൂറിനുള്ളിലുണ്ടായ മാർക്കറ്റിന്റെ ഗെയിനും ലോസും ആണ് ഇവിടെ റിഫ്ലക്റ്റ് ആവുക പെർസെൻറ്റേജ് വൈസ്. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നോക്കുമ്പോൾ +30 + $41 ഇൻക്രീസ് ഇന്നുണ്ടായി. ഓക്കെ, ഇന്ന് $30.44 ആണ് പ്ലസ് ആയിരിക്കുന്നത് മാർക്കറ്റിന്റെ മൂവ്മെന്റ് കാരണം. ദെൻ അതുകൊണ്ട് അതിനെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ 0.73% അപ്പ് ഇന്ന് ഗോൾഡിൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഒരു GMT 5:30 എന്ന് പറഞ്ഞിട്ട് ടൈമും കാണാൻ പറ്റും. അത് GMT 5:30 എന്നുള്ളത് നമ്മളുടെ ഇന്ത്യൻ ടൈം സോണാണ്. ഓക്കെ, കൊൽക്കത്ത സോൺ ഉണ്ടല്ലോ, അതാണ്. പിന്നെ ഇപ്പോൾ കറൻ്റ്ലി ലൈവ് ടൈം 19:41 7:41 എൻ്റെ ലാപ്പിലത്തെ ടൈമും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് അവിടെ റിഫ്ലക്റ്റ് ആവുന്നതാണ്. നിങ്ങളുടെ കൺട്രിയിലുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ടാണ്. ഓവർവ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചാർട്ടാണ്. ഗോൾഡിൻ്റെ ചാർട്ടിൻ്റെ കറണ്ട് അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. കറണ്ട് അവസ്ഥയിൽ നമുക്കിവിടെ ഈ രീതിക്കും കാണാം, അല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് ചേഞ്ച് ചെയ്യാം. ചാർട്ടിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വേണമെങ്കിൽ വേറെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നുമല്ല നമ്മുടെ ചാർട്ട് വ്യൂ ആക്ച്വലി. ഓക്കെ, അപ്പോൾ അതങ്ങനെ നോക്കാമെന്നുള്ളൂ. ദെൻ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ എന്താ 1 ഡേയിൽ സംഭവിച്ച, ഒരു ദിവസത്തിൽ സംഭവിച്ച പെർസെൻറ്റേജ്. ഇപ്പം ലോസ് ആണെങ്കിലും അവിടെ കാണിക്കുന്നത്. ഇപ്പോൾ പ്ലസ് മാത്രമല്ല കാണിക്കുക കേട്ടോ. ഞാൻ വേറൊരു പേര് എടുത്ത് കാണിച്ചു തരാം. വേറൊരു പേര് ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ, ലോസ് ആയിട്ടുള്ളതും ഉണ്ട്. 5 വർഷത്തെ ലിസ്റ്റിൽ നോക്കുമ്പോൾ 3% ലോസാണ്. ഓക്കെ, വേറെ പേരെടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് ടോട്ടലി 5 ദിവസം നോക്കിയാൽ 5 ദിവസത്തിനും ലോസാണ്. 1 മന്ത് നോക്കിയാൽ 1 മന്തിനും ലോസാണ്. ഈ ഒരു ഇയർ ടു ഡേറ്റ് നോക്കിയാൽ അപ്പോഴും ഓഫല്ല, ലോസാണ്. 1 ഇയർ നോക്കിയാലും ലോസ്. ഓൾ ടൈമിൽ 11% ലോസാണ് USB CAD എന്ന് പറഞ്ഞ പെയറിൽ ഉള്ളത്. നമ്മളത് നോക്കണ്ട, അതൊക്കെ കുറച്ച് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം. ഗോൾഡിൻ്റെ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ 1 ഡേ ടൈം ഫ്രെയിമിൽ, 1 ഡേ
1 ഡേയിൽ ഇന്നത്തെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 0.70% ഇൻക്രീസ് അപ്പാണ് മാർക്കറ്റ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ 5 ദിവസത്തെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ 5 ദിവസത്തെ 1.95% ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട്. 1 മന്തിലും 7.79% ആണ്. അങ്ങനെ 1 ഇയർ ഉണ്ട്, 5 ഇയേഴ്സ് ഉണ്ട്. ഓൾ ടൈം നോക്കുകയാണെങ്കിൽ 1.18K% ആണ്. ഇതൊക്കെ 59.93% അങ്ങനെയൊക്കെ ഉള്ളു. ഇത് 1.18K ഉണ്ട് അവിടെ. ഓക്കെ, അപ്പൊ അതാണ് ഓൾ ടൈം മാർക്കറ്റിന്റെ എന്ന് വെച്ചാൽ ഗോൾഡ് മാർക്കറ്റിന്റെ ഹൈ. ഗോൾഡ് മാർക്കറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ അവിടെ നമുക്ക് ഒറ്റ വ്യൂവിൽ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാർക്കറ്റിന്റെ ഒരു ഓവറോൾ ലുക്ക് നമുക്ക് അവിടെ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ജസ്റ്റ് താഴേക്ക് വരുമ്പോൾ നമുക്ക് കീ ഡാറ്റ പോയിന്റ്സ് ആണ്. എന്ന് വെച്ചാൽ വോളിയം എന്ന് പറയുന്നുണ്ട്, അവിടെ നമുക്കൊന്നും കാണുന്നില്ല. പ്രീവിയസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേ ക്ലോസ് ചെയ്ത ഒരു പ്രൈസ് എവിടെയാണ് എന്നുള്ളതാണ്. ഇനി അത് ഓപ്പൺ ആയ പ്രൈസ് എവിടെയാണ്, ഇന്ന് ഓപ്പൺ ആയ പ്രൈസ് എവിടെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഇപ്പം ഞാൻ ഡേൻ്റെ റേഞ്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ ഒരു ദിവസത്തെ റേഞ്ച് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതൊന്നും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ആവശ്യം ഇല്ല. നമുക്ക് വേറെ രീതിക്കൊക്കെ ആയിരിക്കും അത് അനലൈസിങ്ങും സ്ട്രാറ്റജിക്കൊക്കെ പോകുമ്പോഴായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുക. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഓവർവ്യൂ നമ്മൾ നോക്കി ഇത്രയും കാര്യങ്ങൾ കണ്ടു. ന്യൂസ് എന്ന് പറഞ്ഞതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഗോൾഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ന്യൂസസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഗോൾഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ന്യൂസസും അതിൻ്റെ എത്ര ദിവസമായി എന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ 2 മിനിറ്റ് മുമ്പ് ഒരു ന്യൂസ് കഴിഞ്ഞുള്ളൂ. കൊമക്സ് ഗോൾഡ് ഡെലിവറി ഇൻറ്റൻഷൻ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ട് December 5 അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡോ ജോൺസ് ന്യൂസ് വോയിസ് എന്ന ആ ഒരു പ്രൊവൈഡറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ന്യൂസ് 2 മിനിറ്റ് മുമ്പായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ന്യൂസസ് അപ്പം തന്നെ വരുന്ന ഒരു ഏരിയ ന്യൂസസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ദെൻ അത് അത്രേ ഉള്ളൂ ഈ ഒരു ന്യൂസസിൻ്റെ ഇതിൽ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് നോക്കിയിരുന്ന് റിസർച്ച് ചെയ്ത് കൂടുതൽ അറിയാം. ദെൻ ഐഡിയാസിലൊക്കെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ പലവരും ഇടുന്ന കമ്മ്യൂണിറ്റി ഐഡിയാസ് ഉണ്ട്. ഇപ്പോൾ ഓരോരോ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ അവരുടെ അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോരോ പോസ്റ്റ് ഇടും. ഇപ്പം ഇതൊരു പോസ്റ്റാണ്, ലോഡ് ആവുന്നില്ല, ഈ പോസ്റ്റ് ഇടും. ഈ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത് എത്ര ദിവസം മുമ്പാണ് ഇട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അത് ലോഡ് ആവണ്ട, അതവിടെ പോട്ടെ. ഇവിടെ ഓരോരുത്തർ അവരുടെ സ്ട്രാറ്റജി അനുസരിച്ച് അവർ അനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇതിലത്തെ എല്ലാം ഇപ്പോൾ ഇതുപോലെയല്ല ഇതിരിക്കുന്നത്, വേറെ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നോക്കി ഒരു വ്യൂ ഒക്കെ കിട്ടാൻ ഹെൽപ്പ് ആവും. ഞാൻ പേഴ്സണലി ഇതൊന്നും നോക്കാറില്ല. ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവുകയുള്ളൂ നമ്മൾ. ഓക്കെ, അപ്പോൾ ഐഡിയാസിൽ ഇതാണുള്ളത്, ട്രേഡ് ഐഡിയാസ്. ഓരോരുത്തർ ഇപ്പോൾ വീഡിയോസ് ഉണ്ടാവും, ഇതിന് പകരം വീഡിയോസ് ഇടുന്നവരുണ്ടാവും, പോസ്റ്റ് ഫോട്ടോ ആയിട്ട് ഇടുന്നവരുണ്ടാവും. ഓക്കെ, പിന്നെ മൈൻഡ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ മൈൻഡ്സിൽ പോയി കഴിഞ്ഞാൽ ലൈവായിട്ട് ഈ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ലൈവായിട്ട് ചാറ്റ് ചെയ്യും. ഓക്കെ, ലൈവായിട്ട് ചാറ്റ് ചെയ്യും, ലൈവാണ് അവിടെ. ഓക്കെ, പോസ്റ്റ് ഒന്നുമല്ല, ലൈവായിട്ട് ഷെയർ ചെയ്യും, ലൈവായിട്ട് എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ചാറ്റ് പോലെ. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അയക്കാം, ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്ക്, 1 മിനിറ്റ് മുമ്പ് ഒരു നമ്പർ വന്നിട്ടുണ്ട്, ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ബൈ സെറ്റപ്പ് 4237 എന്ന് പറഞ്ഞിട്ട്, പെയർ എക്സ്ചേഞ്ച് ഗോൾഡ് സിഗ്നൽ ടൈപ്പ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഇഷ്ടത്തിന് ഇടുന്നത് കേട്ടോ. നമുക്ക് ഇത് സിഗ്നൽ ഗ്രൂപ്പായിട്ടൊന്നും നിങ്ങൾ കാണണ്ട. ഓരോരുത്തരുടെ മൈൻഡ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓരോരുത്തരുടെ വേറെ ഇട്ടിരിക്കുന്നു. നോക്കിയാൽ ടൈം ഫ്രെയിം ബൈ 15 മിനിറ്റിൽ ബൈ ആണ്, എൻട്രി ഈ ഒരു പ്രൈസ് റേഞ്ച് SL ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ഇടുകയാണ്. അല്ലാതെ ഇതെപ്പോഴും ഇങ്ങനെ എൻട്രി പ്രൈസ് വരുന്നല്ല. ഇവിടെ നോക്കും, മാർക്കറ്റ് ബിഹേവിയർ ഓഫൻ ബിക്കംസ് ക്ലിയർ ആൻഡ് പ്രൈസ് ഇന്ററാക്ട് വിത്ത് ഏരിയ വേർ പ്രീവിയസ് ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ അവരുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ അപ്പം ലൈവായിട്ട് ഷെയർ ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, എന്ന് വെച്ചാൽ അനലൈസ് ചെയ്യുന്നതിനോടൊപ്പം ഇതിരുന്ന് ചെയ്യും. നമുക്ക് ചാറ്റിലോട്ട് പോകുമ്പോൾ ഒന്നും കൂടി വ്യക്തമായിട്ട് അവിടെ വീണ്ടും വേറൊരു സ്ക്രീൻ ഉണ്ട് ഇതിൻ്റെ. ഓക്കെ, ദെൻ അതാണ് മൈൻഡ്സിൽ. പിന്നെ ടെക്നിക്കൽസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ഒരു സ്പീഡോമീറ്റർ പോലെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഓസിലേറ്റേഴ്സ് എന്നും കാണാം, മൂവിങ് ആവറേജ് എന്നും കാണാം. ഇത് രണ്ടും ഇൻഡിക്കേറ്റേഴ്സ് ആണ്, മാർക്കറ്റിനെ പ്രൈസിനെ പ്രഡിക്റ്റ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്.
ഓക്കെ. ഇപ്പം ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും ഓസിലേറ്റേഴ്സ് മാർക്കറ്റിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, ഇത്രയും ഓസിലേറ്റേഴ്സ് ഇപ്പം RSI എന്ന് പറയുന്ന റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നെ വേണമെങ്കിൽ മാർക്കറ്റ്, അതിൻ്റെ പല മെത്തേഡ് ഉണ്ട്, അത് വെച്ചിട്ട് മാർക്കറ്റിൽ ബൈ സിഗ്നൽ ആണോ സെൽ സിഗ്നൽ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും ഇൻഡിവിജ്വലി ഓരോരോ ഇൻഡിക്കേറ്റർ വെച്ചിട്ട്. ഇതല്ലാതെ അൽഗോരിതംസ് അല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ അൽഗോരിതം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഇത്രയും ഓസിലേറ്റിംഗ് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് ഒരു അനാലിസിസ്, അൽഗോരിതം ഓട്ടോമാറ്റിക്കലി ഒരു അനാലിസിസ് നടത്തും. അതിന്റെ ബേസിൽ അത് ബൈ സിഗ്നൽ ആണോ സെൽ സിഗ്നൽ ആണോ എന്ന് ഓട്ടോമാറ്റിക്കലി അൽഗോരിതം ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇപ്പം ബൈ സിഗ്നൽ ആണ്, ബാക്കിയൊക്കെ ന്യൂട്രൽ സിഗ്നൽ ആണ്, ബൈ ഇല്ല സെല്ലില്ലാത്ത അവസ്ഥ. അപ്പോൾ ആ ഓസിലേറ്റേഴ്സ് എല്ലാതും കൂടി കൂട്ടിയിട്ടുള്ള ഒരു ആവറേജ് എന്താണ് എന്നുള്ളത് ഇവിടെ കാണിക്കും. ആവറേജ് നോക്കുമ്പോൾ ന്യൂട്രലിനെക്കാളും കൂടുതൽ ബൈ ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം അതാണ് ഇവിടെ കാണിക്കുക. ദെൻ അതേപോലെ മൂവിങ് ആവറേജ് എന്ന് നോക്കുമ്പോൾ മൂവിങ് ആവറേജ് എന്ന് പറയുന്നതും ഒരു ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. അതിന്റെ കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിലുള്ളതാണ് ഇതൊക്കെ ഇപ്പോൾ കാണുന്നതൊക്കെ. ഇതിലും കുറേ ബൈ സിഗ്നൽ സെൽ സിഗ്നൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതും നമുക്ക് ഇൻഡിവിജ്വലി ചാർട്ടിൽ എടുത്ത് വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് ബൈ ആണോ സെല്ലാണോ നോക്കാം. പക്ഷെ ഓട്ടോമാറ്റിക്കലി ഇവിടെ അൽഗോരിതം എല്ലാം ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, മൂവിങ് ആവറേജ് എല്ലാം കൂടിയുള്ള ആവറേജ് സ്ട്രോങ് ബൈ ആണ് മൂവിങ് ആവറേജ് കാണിക്കുന്നത്. അപ്പോൾ മൂവിങ് ആവറേജ് കാണിക്കുന്നത്. അപ്പോൾ ഈ മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റേഴ്സും ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റേഴ്സും കൂടിയുള്ള ഒരു സമ്മറിയാണ് ഇവിടെ കാണിക്കുന്നത്. സ്ട്രോങ് ബൈ ആണ് രണ്ടും കൂടി കൂടുമ്പോൾ. മാർക്കറ്റിൽ ഇപ്പോൾ കറണ്ട് അവസ്ഥയിൽ ഒരു സ്ട്രോങ് ബൈക്കുള്ള പ്രോബബിലിറ്റി ആണെന്ന് മനസ്സിലാക്കാം. പേഴ്സണലി ഞാനിത് നോക്കാറേ ഇല്ല. ഇതിൻ്റെ അക്യുറസി ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിനേക്കാളും വളരെ കുറവാണ്. അതുകൊണ്ട് ഞാനിത് നോക്കാറില്ല. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽസ്, നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വഴിയുമില്ല ഇപ്പം എന്താ പറയുക ഒരു ഓൺലൈൻ ക്ലാസ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു ചിലവാക്കാനുള്ള ഏതെങ്കിലും മെന്റർഷിപ്പിന് ചേരാനുള്ള പൈസ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ വെച്ച് ഒരു ഐഡിയക്ക് നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രാച്ച് എന്നൊക്കെ തുടങ്ങാന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ തുടങ്ങാം. ഓക്കെ, ഇതിപ്പോൾ 1 ഡേയിലുള്ള സിഗ്നലാണ്. ഇത്രയും ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഉള്ളൊരു സിഗ്നലാണ് ഇത്. ഇനിയിപ്പോൾ ഒരു 1 അവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സിഗ്നൽ മാറി. ഇതേ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് 1 അവറിൽ നോക്കുമ്പോൾ ഉള്ള സിഗ്നൽ മാറി. 1 മന്തിൽ നോക്കുമ്പോൾ അവിടെയും ചെറിയ വ്യത്യാസമുണ്ട്, മനസ്സിലാവുന്നില്ല. 1 വീക്കിൽ നോക്കുമ്പോൾ അവിടെയും മാറി. 30 മിനിറ്റ് നോക്കുമ്പോൾ വീണ്ടും മാറിയിട്ടുണ്ട്. 5 മിനിറ്റിൽ നോക്കുമ്പോൾ ഇവിടെ ചെറുതായിട്ട് മാറ്റമുണ്ട്. 1 മിനിറ്റിൽ നോക്കുമ്പോൾ ന്യൂട്രലാണ് ഇവിടെ 2 മനസ്സിലായോ? അപ്പം അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ആവും ഓരോ ടൈം ഫ്രെയിം അനുസരിച്ച്. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു പ്രോബബിലിറ്റി. ഓക്കെ, നമുക്ക് അടുത്ത നോക്കുകയാണെങ്കിൽ സീസണൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് കാണാൻ പറ്റുക. സീസണൽസിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത് വെച്ചാൽ ഇവിടെ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കുക 2021 എന്ന് കാണാം, 2022 എന്ന് കാണാം, 23 അങ്ങനെ 20, 23 കഴിഞ്ഞ് 2020, 24 ഒക്കെ കാണാം ഇവിടെ. ഓക്കെ, ഇവിടെ ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മാർക്കറ്റിൽ ഓരോ വർഷവും ഉണ്ടായിട്ടുള്ള ഗോൾഡിന്റെ മൂവ്മെന്റ്. ഗോൾഡ് 2021 എന്ന് പറയുമ്പോൾ ഏത് ലെവലിനാണ് തുടങ്ങിയത്, അതിൻ്റെ ഒരു ചാർട്ട് മൂവ്മെന്റ് എങ്ങനെയായിരുന്നു ഒരു ലൈൻ ചാർട്ടിൽ കാണിച്ചു തരികയാണ്. അത് 2022 എങ്ങനെയായിരുന്നു, 2023 എങ്ങനെയായിരുന്നു, ഇവിടെ നിന്ന് തുടങ്ങി 2023 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഈ ഒരു ഓറഞ്ചാണ് 2023. 2023 കഴിഞ്ഞ് 2024 എന്ന് പറയുന്നത് ഈ ഗ്രീനാണ്. ഗ്രീൻ ഇങ്ങനെ പോയി 2024 അവിടെ. 2020-നേക്കാളും മേലെയാണ് 2024-നേക്കാളും താഴേക്കാണ് 2020 കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ ദെൻ ഇവിടെ ലൈവ് ആയിട്ടുള്ള ഇപ്പോൾ കറൻ്റ്ലി ഉള്ള മാസം ഏതാ, മാസമല്ലല്ലോ വർഷം 2025 ലൈവ് മാർക്കറ്റ് ഇവിടെയാണ് കിടക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഡിസംബർ അടിയിൽ കാണാൻ പറ്റും. ഡിസംബർ നവംബർ എന്ന് പറയുമ്പോൾ ഡിസംബർ അവസാനം തീരാറായിട്ടുള്ളൂ. ഡിസംബർ അവസാനിക്കണം അത് തീരണമെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് ആ ടൈം ആവുന്നവരേക്കും മാർക്കറ്റ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ പല സമയത്തും ഇപ്പൊ 2021 മാർക്കറ്റ് എങ്ങനെയാണോ പോയത് അതേപോലെ തന്നെയാണോ 2022 പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു സിമിലാരിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും,
ഈസി ആയിട്ടൊരു ബൈ അല്ലെങ്കിൽ മാർക്കറ്റിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പലവരും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഇങ്ങനെയാണ്. 2021 2019 ചാർട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു രീതിക്ക് നോക്കാറുണ്ട്. 2023 ഏതോ ചാർട്ട് ഡിഫറൻസ് ഒരേപോലെ വന്നിട്ടുള്ള ഏതോ ടൈം ഉണ്ട്, എനിക്ക് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ നോക്കാറില്ല. ഓക്കെ, അപ്പോൾ ദെൻ നമുക്ക് അടുത്തത് നമുക്ക് ഡയറക്റ്റ്ലി ചാർട്ടിലോട്ട് പോയിട്ട് നോക്കാം. ഓക്കെ, ചാർട്ടിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഏതാണോ ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ടില്ല ഇതിൻ്റെ ഓവർവ്യൂവിലാണ് നമുക്ക് ചാർട്ടിലോട്ട് പോകേണ്ട ഓപ്ഷൻ വരെ കിടക്കുന്നത്. ഓവർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വിധത്തിൽ പോവാം. ഒന്ന് ഫുൾ ചാർട്ട് എന്ന് എടുക്കാം, അല്ലെങ്കിൽ സിയോൺ സൂപ്പർ ചാർട്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ അടുത്തൊരു ഇതിലോട്ട് ആഡായി ഇങ്ങനെ നമുക്ക് ചാർട്ട് ഓപ്പൺ ആയി വരും, ചാർട്ടിന്റെ സ്ക്രീൻ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണുകയാണെങ്കിൽ ആദ്യം തന്നെ കാണുകയാണെങ്കിൽ ഇതാണ് ചാർട്ട്, ഇതാണ് നമ്മളുടെ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് എന്നാണ് ഇതിനെ പറയാം. ഓക്കെ, ഇതാണ് ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട്. ഇതാണ് ക്യാൻഡിൽ സ്റ്റിക്, ഇതിനെയാണ് ക്യാൻഡിൽ സ്റ്റിക് എന്ന് പറയാം. ഓക്കെ, അത് നമുക്ക് ഇതിന്റെ കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ പല രീതിക്ക് വേറെ രീതിക്ക് കണ്ടിട്ടുണ്ടാവും, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങാം. ആദ്യം നമുക്ക് വാച്ച് ലിസ്റ്റിന്റെ കാര്യം തന്നെ പറയാം. വാച്ച് ലിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഡ് ചെയ്യുക, അത് ഇവിടെ തന്നെ ഉണ്ടാവും. ഈ ഒരു ബാർ ഇവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ വാച്ച് ലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. ആഡ് കൊടുത്താൽ അടുത്ത പെയർ എന്താണോ ആഡ് ചെയ്യേണ്ടത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ വാച്ച് ലിസ്റ്റിന്റെ പേരാണ്, നമുക്ക് കുറച്ചധികം വാച്ച് ലിസ്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ബേസിക് വേർഷൻ ആണ്, പെയ്ഡ് വേർഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇപ്പം വാച്ച് ലിസ്റ്റ് ഒരെണ്ണം എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പം എനിക്ക് വേറൊരു വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. സോ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഈ വാച്ച് ലിസ്റ്റിനെ കോപ്പി ആക്കി ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ മൈ പേയേഴ്സ് എന്നാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റീനെയിം കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ സേവ് ചെയ്ത് വയ്ക്കാം. മൈ പേയേഴ്സ് തന്നെ ഒന്നുകൂടി സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ സേവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആ കാര്യം മനസ്സിലായില്ലേ? ഇതിൻ്റെ താഴെ ഞാനിപ്പോൾ ഗോൾഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗോൾഡിൻ്റെ താഴെ ഇവിടെ നോക്കുമ്പോൾ നമ്മളവിടെ വലിയ ബിഗ് സ്ക്രീനിൽ കണ്ട കാര്യം ഇവിടെ ചെറുതായിട്ട് കാണാൻ പറ്റും. നമുക്ക് നമ്മൾ ആ ഒരു കാര്യങ്ങളും ഇതൊക്കെ, പിന്നെ 1 മന്തിൽ എന്താ അവസ്ഥ, 1 ഇയറിൽ എന്താ അവസ്ഥ കാര്യം, പിന്നെ സീസണൽസ് ഓർമ്മയില്ലേ, സീസണൽസ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ആ ടെക്നിക്കൽസ് ഓവർവ്യൂ ഇല്ലേ, അത് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാത്തിനെയും കാണാൻ പറ്റും, ഇത് ഓരോന്നിനെയും കാണാൻ പറ്റും. ഗോൾഡിന് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് വാച്ച് ലിസ്റ്റിന്റെ കേസ്. വാച്ച് ലിസ്റ്റ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു അലേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ അലേർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രിയേറ്റ് അലേർട്ട് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, ക്രിയേറ്റ് അലേർട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ മാർക്കറ്റിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയണം. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഞാനിങ്ങനെ എടുക്കുകയാണ്, ഈ ഒരു ഏരിയ ഞാനിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ കുറേ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി എന്തറിയണം, എൻ്റെ നോട്ടിഫിക്കേഷൻ കാണിക്കണം. അപ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എനിക്ക് ചാർട്ടിൽ നോക്കിയിരിക്കാൻ തീരെ താല്പര്യമില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുക, അവിടെ അലേർട്ട് വയ്ക്കും. അലേർട്ട് വയ്ക്കണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് അലേർട്ട് കൊടുക്കുക. ക്രിയേറ്റ് അലേർട്ട് കൊടുക്കുമ്പോൾ അതെ ഇവിടെ നമുക്ക് സിമ്പിൾ കാണാം. ഗോൾഡിൽ കണ്ടീഷൻ എന്താ, പ്രൈസോ അല്ലെങ്കിൽ സെഷൻസോ, ഏഷ്യൻ സെഷനോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രൈസ് എന്ന് കൊടുക്കാം നമുക്ക്. ഓക്കെ, ക്രോസിങ് ഒരു പ്രൈസിന്റെ മേലേക്ക് പോവാണോ താഴേക്ക് പോവാണോ എന്നൊക്കെ ഉള്ള സാധനമാണ്. അതിന് മുമ്പ് ഞാൻ ആദ്യം ഈ പ്രൈസ് കണ്ടു, ഇവിടെ 4234 ഈ ഒരു ലെവലിലോട്ട് വരുമ്പോഴല്ലേ എനിക്ക് മാർക്കറ്റിൽ അറിയേണ്ടത് ഈ ലെവൽ പ്രൈസ് എത്രയാ, 4225.64. ഓക്കെ, 4225.64 എന്ന പ്രൈസിൽ എനിക്കിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രൈസിന്റെ ഈ ലെവലിനെ ക്രോസ് ചെയ്യുമ്പോഴാണോ അലേർട്ട് അടിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ. ഇനിയിപ്പോൾ മേലേക്ക് ക്രോസ് ചെയ്യുമ്പോഴാണോ, ഇപ്പം മേലേക്കും താഴേക്കും ക്രോസിങ് എങ്ങനെയാണെങ്കിലും ക്രോസിങ് ഇട്ട് കഴിഞ്ഞാൽ മേലേക്കോ താഴേക്കോ രണ്ടും ആവാം. ഓക്കെ, ക്രോസിങ് ഡൗൺ ആണോ ക്രോസിങ് അപ്പ് ആണോ എന്നൊക്കെ ഇടാം. അങ്ങനെ ഓരോരോ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ കാര്യം എന്ന്. ഓക്കെ, ദെൻ അത് പ്രൈസ് അവിടെ സെറ്റ് ചെയ്തതിന് ശേഷം
നമുക്ക് അവിടെ ഡേറ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പയറി ഡേറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എത്ര നേരം കഴിഞ്ഞാൽ അത് പോകണം എന്നൊക്കെ സെറ്റ് ചെയ്യാം. അതുകൊണ്ട് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ അലേർട്ട് സെറ്റായി. ഓക്കെ, ഈ ഒരു ലെവലിൽ അലേർട്ട് സെറ്റായി കഴിഞ്ഞതേ, ഈ ഒരു XAUSD ഈ ഒരു ലെവൽ ഇനി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണിക്കും. ഓക്കെ, ഈ നോട്ടിഫിക്കേഷൻ ഇവിടെ ഇപ്പം മെസ്സേജിന്റെ എന്തെങ്കിലും ഇപ്പം ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എനിക്കിനി ഇതിനൊരു പേര് വെക്കാം, എന്താണെന്നുള്ളൊരു പേര് വെക്കാം. ഇപ്പോൾ ഞാൻ എടുത്ത എന്തെങ്കിലും സ്ട്രാറ്റജി ബേസ്ഡ് ആണ്, ഇപ്പോൾ ഓർഡർ ബ്ലോക്ക് എന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ബൈ ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഞാനത് എടുക്കുന്നതെന്നോ. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും എനിക്ക് ടെക്സ്റ്റ് ചെയ്തിടാം. ഇപ്പോൾ എന്താ ബൈ സിഗ്നൽ, അങ്ങനെ എന്തെങ്കിലും ബൈ സിഗ്നൽ റെഡി ടു ബൈ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തിടാം. അത് ഓക്കെ കൊടുക്കാം. നോട്ടിഫിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ആപ്പിലോട്ട്, നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലോട്ട്, നമ്മൾ ഓൾറെഡി മൊബൈലിലോട്ട് ലോഗിൻ ചെയ്തിരിക്കുമ്പോൾ മൊബൈലിലോട്ട് നമുക്ക് വരും മൊബൈൽ ആപ്പ് ഷോ ടോസ് നോട്ടിഫിക്കേഷൻ. അത് വേണോ, കോർണറിൽ ഡിസ്പ്ലേ കോർണറിൽ വേണോ, അല്ലെങ്കിൽ ഇമെയിലായിട്ട് ഈ നോട്ടിഫിക്കേഷൻ വരണോ, അവിടെ പ്രൈസ് ക്രോസ് ആയി എന്നുള്ള നോട്ടിഫിക്കേഷൻ ഇമെയിലായിട്ട് വരണോ, അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും URL വഴി, അല്ലെങ്കിൽ സൗണ്ട് എങ്ങനെ വേണോ, സൗണ്ട് വേണോ, പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് മാത്രമായിട്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിക്ക് നമുക്ക് ആ ഒരു ലെവലിലോട്ട് പ്രൈസ് ഇങ്ങനെ വന്ന് അത് ക്രോസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് അലേർട്ട് വരും. ഓക്കെ, നമുക്കത് വരും. അപ്പം അതാണ് ഈ അലേർട്ടിൻ്റെ കാര്യം. മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ താഴെ ഇവിടെ ഒബ്ജക്റ്റ്, ഈ അലേർട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം വെച്ചത് ആക്റ്റീവ് ആണെന്ന് കാണിക്കുന്നില്ലേ? ഇനി ഇതുപോലെ വേറെയും കുറേ എണ്ണം വെക്കാം. അപ്പോൾ അതിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ, പെയ്ഡ് വേർഷൻ ആണെന്നുണ്ടെങ്കിൽ കൂടുതലൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് അത്യാവശ്യം ഒരെണ്ണമൊക്കെ 1-2 ഒക്കെ വെച്ച് പോവാം. അടുത്തത് ഒബ്ജക്റ്റ് ട്രീ. ഇപ്പം ഞാൻ മാർക്കറ്റിലല്ല, ഈ ചാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് വരച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ വരുന്നു. ഞാൻ അടുത്ത എന്തെങ്കിലും ഒരു സാധനം എന്താണെന്ന് നിങ്ങളിപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. ഇങ്ങനെ ഒരു സാധനം അവിടെ വരച്ചിട്ടുണ്ട്, അതവിടെ വരുന്നു. പിന്നെ ഇങ്ങനെ ഒരു സാധനം ഇവിടെ വെച്ചു, അത് ഇവിടെ വന്നു, എല്ലാം ഇവിടെ വന്നില്ലേ? ഇനി അതൊക്കെ ഡിലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് ഡിലീറ്റ് ആക്കി കൊണ്ടുപോവാം. ഓക്കെ, അതൊക്കെ അവിടെ ഡിലീറ്റ് ആക്കി കളയാം. അതിനുശേഷം അതിൻ്റെ അടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ചാറ്റ് ബോക്സ് കാണാം. ഇതാണ് ഞാൻ അപ്ലൈ പറഞ്ഞ ആ ഒരു ലൈവ് ചാറ്റ് ഉണ്ടല്ലോ, ലൈവ് ചാറ്റും കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്ക് മാർക്കറ്റിൽ ബിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടോ? ബിയേഴ്സ് എന്ന് അവർ പറയുന്നത് ഇപ്പോൾ ലൈവായിട്ട് ഇപ്പോൾ ജസ്റ്റ് നൗ ആണ് അവർ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ റാൻഡം നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് തന്നെയാണ്. ഓക്കെ, ബിയേഴ്സ് എന്ന് പറഞ്ഞാൽ അതേ മാർക്കറ്റ് ഇതേ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, സെല്ലിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇപ്പം നമ്മുടെ ലൈവായിട്ട് അപ്പോൾ മാർക്കറ്റിൽ അവർ പറയാണ് ബിയേഴ്സ് ആയിരുന്നു, ഗിവ് അസ് ദ ഡ്രോപ്പ്. പിന്നെ 4208 അവർ പറയുന്നത് 4208 ആണ്. എവിടേക്കോ താഴ്വരത്തെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, പുഷ് ഇറ്റ് ബുൾസ് എന്നൊക്കെ പറയുന്നുണ്ട്. GMI പീപ്സ് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ലൈവായിട്ട് നിങ്ങൾക്ക് ഒരു ഇൻട്രാക്ട് ചെയ്ത് മെസ്സേജ് അയക്കണം, ട്രേഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അത് ചെയ്യാം. ഇപ്പോൾ നമുക്ക് MSCX സെൽ മാക്സ് ഗോൾഡ് ആൻഡ് സിൽവർ ഓപ്പറേറ്റർ സ്റ്റാർട്ട് ആൻഡ് ന്യൂ ലോ ഗോൾഡ് ഫെബ് ആൻഡ് സിൽവർ മാർജിൻ നെക്സ്റ്റ് ഫ്യൂ മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിസിഷനിലോട്ടൊക്കെ എത്താം. ഞാൻ പേഴ്സണലി ഇതൊന്നും നോക്കാറില്ല കേട്ടോ. ഞാൻ പേഴ്സണലി പറയുകയാണെന്നുള്ള കാര്യം ഞാൻ പറയുന്നത്, അതൊന്നും നോക്കാറില്ല. പിന്നെ അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് മാർക്കറ്റിൻ്റെ വേറെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ മാർക്കറ്റ് ഓൾ സ്റ്റോക്സ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇൻഡെക്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ നോക്കാറില്ലാത്തൊരു കാര്യമാണ്. ഇവിടെ നമുക്ക് ആവശ്യവുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് ആപ്പിളിൻ്റെ സ്റ്റോക്കിൻ്റെ പെർസെൻറ്റേജ് എത്ര ഇൻക്രീസ് ആയിട്ടുണ്ട്, അതിൻ്റെ വോള്യൂം എത്രയുണ്ട്, അതിൻ്റെ പ്രൈസ് കറൻ്റ്ലി എത്രയാണെന്നുള്ള കാര്യങ്ങൾ, ഗൂഗിളിൻ്റെ, അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ കമ്പനീസിൻ്റെയും എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, എല്ലാത്തിൻ്റെയും സ്റ്റോക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് അവിടെ. ദെൻ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കലണ്ടറാണ്. ഓക്കെ, കലണ്ടറിലുള്ള ഓരോരോ ഇവൻസും കാര്യങ്ങളും ഒക്കെയാണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കും. അപ്പം അതൊന്നും നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ഓരോ കലണ്ടറിൽ വരുന്ന എക്കണോമിക് ആയിട്ടുള്ള ന്യൂസസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കും. ഓക്കെ,
മെയിനായിട്ട് എക്കണോമിക് ഏർണിങ്സ്, റവന്യൂ, ഡിവിഡൻഡ്, IPO എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്കിപ്പോൾ പേഴ്സണലി നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് നോക്കിയാൽ മതി. ദെൻ ഇവിടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഏരിയയിൽ നമുക്ക് ഞാൻ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു വ്യൂ ഷെയർ ചെയ്യുന്ന പോസ്റ്റുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇത് ലൈവ് അല്ല, ലൈവായിട്ട് ആരെങ്കിലും പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇത് ചിലപ്പോൾ 1, 2, 3 ആഴ്ചയോ അല്ലെങ്കിൽ ദിവസമോ ഒക്കെ മുമ്പുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ദെൻ അതിൻ്റെ താഴെ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ അയക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റും. എനിവേ പിന്നെ വേറെ ഇവിടുത്തെ ഈ ഒരു ഓപ്ഷനിൽ പോയ ഫണ്ടമെന്റൽ ഗ്രാഫ്സ് ആണ്. ഇത് നേരത്തെ ഫണ്ടമെന്റൽ ആയിട്ട് മാർക്കറ്റിൽ 10 years ആയിട്ട് 5 years ആയിട്ട് 3 അതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ദെൻ അതിൻ്റെ താഴെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ന്യൂസ് ഫ്ലോ ഇവിടെ സ്റ്റാർ ചെയ്ത അവിടെ അത് ആഡായി, അൺസ്റ്റാർ ചെയ്ത് അത് പോയി. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, മാക്രോ മാപ്സ് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇതെല്ലാം ആഡ് ചെയ്യണമെങ്കിൽ അവിടെ മൊത്തം ആഡ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് കളയാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇവിടുത്തെ രീതി കുറച്ചും കൂടി ഫണ്ടമെന്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു രീതിക്ക് കിടക്കുന്നത്. നമുക്കിനി ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകാം, ബേസിക് ടെക്നിക്കൽ കാര്യങ്ങളിലോട്ട് പോകാം. ഓക്കെ, ടെക്നിക്കൽ കാര്യങ്ങൾ നമുക്ക് ആദ്യം പോവുകയാണെങ്കിൽ ഇവിടെ നമ്മളുടെ പ്രൊഫൈൽ ഇവിടെ കാണാൻ പറ്റും. അവിടെ നമ്മളുടെ പ്രൊഫൈലിലോട്ട് പോകണം, സെറ്റിങ്സിലോട്ട് പോകുന്ന കാര്യങ്ങൾ, ഹോമിലോട്ട് പോകുന്നത്, ഹെൽപ്പ് സെൻറ്റർ കാണാം, പുതിയതായിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് എന്നുള്ള ട്രേഡിംഗ് വ്യൂവിൽ വന്നിട്ടുള്ള ഫീച്ചേഴ്സ് കാണാം, ഡാർക്ക് മോഡും ഒക്കെ ആക്കുന്നത്, ഡേ മോഡും ഡാർക്ക് മോഡൊക്കെ കാണിക്കുന്നത് എല്ലാം കാണാൻ പറ്റും. ഡ്രോയിങ് പാനൽസ് ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇത് ഡ്രോ ചെയ്യുന്ന ടൂൾസ് ആണ് അവിടെ കിടക്കുന്നത്. അത് നമുക്ക് ഷോ ചെയ്യാം, ഓഫ് ചെയ്യാം. നമുക്കതെന്തായാലും ആവശ്യമുള്ള കാര്യമാണ്, അത് നമ്മൾ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ലാംഗ്വേജ് ഏതൊക്കെ വേണം നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ചേഞ്ച് ചെയ്യാം. കീബോർഡ് ഷോർട്ട് കട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻഡിക്കേറ്റർ ചാർട്ട് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ചാർട്ട്, അങ്ങനെ ഓരോന്നിൻ്റെയും കീബോർഡ് ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. ഡെസ്ക്ടോപ്പ് ആപ്പ് എടുക്കണമെങ്കിൽ എടുക്കാം. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ഡെസ്ക്ടോപ്പ് ആപ്പ് എടുക്കണ്ട, ഇവിടെ സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഈ സോഫ്റ്റ്വെയറിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു ക്രോമിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പോയി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി അക്യുറസിയും ഒരു കൂടുതൽ. ഓക്കെ, ദെൻ അപ്പോൾ അതിൽ അത്രയും കാര്യങ്ങളാണ്. ഇനി സൈൻ ഔട്ട് ചെയ്ത് പോകണമെങ്കിൽ പോവാം. ദെൻ തൊട്ടിപ്പുറത്ത് കാണാൻ പറ്റുന്നത് XAUUSDയുടെ ആ ഒരു സിമ്പിളാണ്. അവിടെ നമുക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചാർട്ട് ഏതാണോ എടുക്കേണ്ടത് അത് നമുക്കിവിടെ സെർച്ച് ചെയ്യാം. ഇതൊരിക്കലും വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ആവുന്ന സെർച്ച് അല്ല, ഇത് നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെർച്ചാണ്. ഇത് അവിടെ പോയി ക്ലിക്ക് ചെയ്യണം എന്നൊന്നുമില്ല, വെറുതെ മാർക്കറ്റിൽ വെറുതെ ഇങ്ങനെ പോയിന്റർ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് നിങ്ങളുടെ കീബോർഡിൽ എന്താണ് BTCUSD ആണെങ്കിൽ BTCUSD എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ സെർച്ച് ആവും. ഓക്കെ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ XAGUSD ആണെങ്കിൽ XAGUSD എന്ന ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർട്ട് ഇവിടെ ഡയറക്റ്റ്ലി വരും. നമുക്കിപ്പോൾ ഗോൾഡിൻ്റെ വെച്ച് തന്നെ നോക്കാം, ഇപ്പോൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ദെൻ നമുക്ക് അവിടെ സെർച്ച് ചെയ്ത് അവിടെ വരുന്നു മനസ്സിലായി. ദെൻ ഇവിടെ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മാർക്കറ്റിൽ ഈ ഒരു ചാർട്ടിൻ്റെ മേലെ തന്നെ വേറൊരു ചാർട്ട് കൂടി, അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൂടി എന്ന് വെച്ചാൽ വേറൊരു ചാർട്ടും ഈ ഒരു ഗോൾഡും വേറൊരു XAGUSDയും തമ്മിലുള്ള ഒരു കോറിലേഷൻ, അല്ലെങ്കിൽ ഗോൾഡും വേറൊരു പെയറും തമ്മിലൊരു കോറിലേഷൻ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാനാണ്. ഇപ്പോൾ XAGUSD തന്നെ ഞാൻ ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും, ഇവിടെ കിടക്കുന്നുണ്ട്. അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗോൾഡ് മൂവ് ആയിരിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണോ XAGUSDയും മൂവ് ആയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു രണ്ട്, ഇപ്പോൾ ഗോൾഡ് ബൈ ആകുമ്പോൾ XAGUSD എന്തായിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം, മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഗോൾഡ് ഇവിടെ നിന്ന് പോയി സെല്ലായിട്ട് ഇവിടെ ചെറുതായിട്ട് സെല്ലായി ബൈ ആയി, XAGUSD ഇവിടെ നിന്ന് സെല്ലായി ഇത്രയും സെല്ലായിട്ടാണ് ബൈ ആയിരിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ സ്റ്റൈല് ഇപ്പം നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ എല്ലാം ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കത് നോക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഗോൾഡിൻ്റെ വേറെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഗോൾഡിൻ്റെ നല്ല ഇവിടെ പൊതുവെ ബേസിക് ആയിട്ടുള്ള കാര്യം നോക്കിയാൽ അടുത്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ടൈം ഫ്രെയിംസ് കാണാൻ പറ്റും. 1 minute, 3 minute, 5 minute, 15 minute, 30 minutes ഒക്കെ പറഞ്ഞിട്ട് ഇതാണ് ടൈം ഫ്രെയിംസ്. അറിയാത്തവരുണ്ടെങ്കിൽ ഇതാണ് ടൈം ഫ്രെയിംസ് എന്ന് പറയുന്നത്.
ഓരോ ടൈം ഫ്രെയിംസിൽ നമുക്ക് പോയാൽ ഗോൾഡിൻ്റെ ആ ടൈം ഫ്രെയിം, ഇപ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൽ എങ്ങനെയാണ് വ്യൂ ഉണ്ടാവുക, അല്ലെങ്കിൽ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ്, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ 15 ടൈം ഫ്രെയിം ലോജിക്ക് മനസ്സിലാവണം. അത് ഈ വീഡിയോയിൽ പറയുന്നില്ല. ഓക്കെ, ടൈം ഫ്രെയിംസ് ആണ്. അപ്പോൾ ഈ ടൈം ഫ്രെയിംസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇവിടെ ഒരു ആരോ ഉണ്ട്. ആ ആരോയിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 ടിക്ക് തൊട്ട്, ഇതാണ് സെക്കൻഡ്സ്, 1 സെക്കൻഡ് ഇവിടെയാണ്, അതിൻ്റെ താഴെയുള്ള ടിക്ക് തൊട്ട് ചാർട്ട് മൂവ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. 1 ടിക്ക് കിട്ടുക ഇവിടെ ഇവിടെയൊക്കെ പ്രീമിയം എടുക്കേണ്ടി വരും. 1 ടിക്ക് എടുത്ത് കണ്ടോ, ഇതുപോലെ ആയിരിക്കും മാർക്കറ്റിൽ പോകണ്ടാവും. ഒരു സെക്കൻഡിൽ തന്നെ കുറേ പ്രാവശ്യം അടുത്ത ഓരോരോ ക്യാൻഡിൽ ലൈൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഓരോ ടിക്ക് എന്ന് വെച്ചാൽ. അതാണ് ഒരു ടിക്ക് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതുണ്ട്. ദെൻ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സെക്കൻഡ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സ്റ്റാർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഏത് ടൈം ഫ്രെയിം വേണമെങ്കിലും ഇവിടെ സ്റ്റാർ ചെയ്ത് വെക്കാം ഇതേപോലെ. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിംസ് ആണ് ഇവിടെ സ്റ്റാർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം, സ്ട്രാറ്റജി ബേസ്ഡ്. ഓക്കെ, ദെൻ അതിന് ശേഷം മാർക്കറ്റിൻ്റെ 1 ഡേ ടൈം ഫ്രെയിം അടക്കം കാണാം. ഡേ ടൈം ഫ്രെയിം കാണാം, 1 മന്ത് വീക്ക് കാണാം, 1 മന്ത് കാണാം, ഒക്കെ കാണാം. ഒരു മാസത്തിൽ എന്താ മൂവ്മെന്റ് എന്നുള്ളത് കാണാം. ഒക്കെ അങ്ങനെയുള്ളതെല്ലാം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദെൻ നമുക്കിവിടെ അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം ഫ്രെയിംസിന്റെ കാര്യം കഴിഞ്ഞു. ദെൻ അടുത്തത് ഇവിടെ നമുക്ക് ഈ ചാർട്ടിന്റെ ആണ്, ഈ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ചാർട്ടിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക. ഈ ക്യാൻഡിൽ മാത്രമാണോ ആഡ് ചെയ്യാൻ പറ്റുക നോക്കാം. ഇവിടെ ഇപ്പോൾ ക്യാൻഡിലാണ് ഇവിടെ കിടക്കുന്നത്. ക്യാൻഡിൽസ് എന്ന് പറഞ്ഞ സാധനമാണ് ഇവിടെ കിടക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ക്യാൻഡിൽസ്. കാണുന്ന ഈ ബ്ലാക്കും ഗ്രീനും ആയിട്ട് കാണുന്നതാണ് ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. ഈ ക്യാൻഡിൽസ് ചാർട്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രൈസിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേ ഓഫ് മെത്തേഡാണ്. ഇനി താഴെ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ, ഇതിന്റെ തൊട്ടിപ്പുറത്തുള്ള ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത്രയും തരത്തിലുള്ള ചാർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഹോളോ ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണാൻ പറ്റുക. വോളിയം ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ അത് പ്രീമിയം വേണം. ഇനിയിപ്പോൾ വേറെ ലൈൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ചാർട്ടിന്റെ പ്രൈസിന്റെ ഗോൾഡ് മൂവ്മെന്റിന്റെ ലൈൻ ചാർട്ടാണ്. ഓക്കെ, അതേപോലെ സ്റ്റെപ്പ് ലൈൻ ഇങ്ങനെയായിരിക്കും കാണുക. കോളംസ് എന്ന് പറഞ്ഞ ചാർട്ട് ഉണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ട് മാർക്കറ്റിനെ റീഡ് ചെയ്യാൻ പറ്റുന്നത് ക്യാൻഡിൽസ് ഉപയോഗിച്ചാണ്. ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതെങ്ങനെയാണെന്നുള്ള ക്യാൻഡിൽ സ്റ്റിക് സൈക്കോളജി അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിലും ഇവിടെ സ്റ്റാർ ചെയ്തിടാം. ഇപ്പോൾ ലൈൻ ഇവിടെ സ്റ്റാർ ചെയ്തിട്ടപ്പോൾ ഇവിടെയുള്ള ഈ 2 സ്റ്റാർ ചെയ്തിട്ടപ്പോൾ രണ്ടും പോയി. അതിൻ്റെ പുറകിലുള്ള രണ്ടും പോയി. ഇപ്പോൾ നോക്ക്, ഞാൻ അവിടെ നിന്ന് ഈ ഒരു ലൈൻ എന്നുള്ളത് സ്റ്റാർ ചെയ്തിടുമ്പോൾ ഇപ്പുറത്തെ ലൈൻ വന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ചാർട്ടിൻ്റെ കാര്യം. ഓക്കെ, ദെൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൂവിങ് ആവറേജ് ഒക്കെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. നമുക്ക് ഇൻഡിക്കേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ മാർക്കറ്റിൽ ഇൻഡിക്കേറ്റർ നമ്മുടെ ചാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ബൈ ഓർ സെൽ ആണോ സംഭവിക്കാൻ സാധ്യത എന്ന് കാണിച്ചു തരുന്നതാണ് ഇൻഡിക്കേറ്റർ. പലതരത്തിലുള്ള ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇപ്പൊ സെക്ഷൻ ഇൻഡിക്കേറ്റർ അടക്കം ഉണ്ട്. സെക്ഷൻ മാർക്കറ്റിലുള്ള സെക്ഷൻസ് ഡിവൈഡ് ആവുന്ന ഇൻഡിക്കേറ്റർ ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ ഇപ്പോൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഞാനിപ്പോൾ RSI എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ഞാൻ സെർച്ച് ചെയ്യാണ്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. അത് നമുക്ക് സ്റ്റാർ ചെയ്തിടാം, അൺസ്റ്റാർ ചെയ്തിടാം. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ അത് വരും. മാർക്കറ്റിൽ നല്ല ചാർട്ടിൽ അത് വരും. കണ്ടോ, ഇവിടെ അത് വന്നു. ഓക്കെ, ഇവിടെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇത് ഓപ്പൺ ചെയ്ത്, ഇതാണ് ഇൻഡിക്കേറ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ടാബ്. ഇത് ഓപ്പൺ ആയാലാണ് ഇൻഡിക്കേറ്റർ ഓപ്പൺ ആവുക. ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ലിസ്റ്റ് ഓപ്പൺ ആവുക. അപ്പോൾ നമുക്കത് ഇവിടെ കാണാൻ പറ്റുന്നത് RSI എന്ന് പറയുന്നതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് ഇവിടെ നമുക്ക് ഇത് വേണമെങ്കിൽ ഹൈഡ് ചെയ്തിടാം. ഹൈഡ് ചെയ്താൽ അത് പോവും. ഐ ബട്ടൺ ഓൺ ആക്കിയാൽ അത് വരും. ഞാനിപ്പോൾ മേലെ കാണുന്ന ഇൻഡിക്കേറ്റർ എല്ലാം ഐ ബട്ടൺ ക്ലോസ്ഡ് ആണ്. കണ്ടോ, ഐ ബട്ടൺ എല്ലാം ക്ലോസ് ആണ്. അത് ഓൺ ആക്കിയാൽ അത് വരും. ഓക്കെ, അത് ഓൺ ആക്കുന്നില്ല. അപ്പോൾ RSI നമുക്ക് ഇവിടെ ഐ ബട്ടൺ ഓഫ് ആക്കിയിടാം, ഓൺ ആക്കിയിടാം. പിന്നെ സെറ്റിങ്സ്, ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ കാണുന്ന എല്ലാ കാര്യങ്ങളിലും ടൂൾസ് ആയിക്കോട്ടെ, ഇൻഡിക്കേറ്റേഴ്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഈവൻ ചാർട്ട് ക്യാൻഡിൽസ് ആയിക്കോട്ടെ, എല്ലാത്തിനും അതിൻ്റെതായ സെറ്റിങ്സിൻ്റെയും സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പേഴ്സണലി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ RSIൻ്റെ സെറ്റിങ്സിൽ പോയാൽ ഈ RSI എന്ന് പറഞ്ഞ ഈ ഒരു വിഷ്വലി നമുക്ക് എന്ത് കളർ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അവിടുത്തെ ലെവൽസ് ചേഞ്ച് ചെയ്യാം, ഈ അപ്പർ ബാൻഡ് ലെവൽ ചേഞ്ച് ചെയ്യാം, ഒക്കെ എല്ലാം
ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ അറിയുള്ളൂ കേട്ടോ. ഇത് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇല്ല, ഒരു ട്രേഡറിന് ഇത് അറിഞ്ഞേ പറ്റൂ എന്നൊന്നുമില്ല. വേറെ എത്രയോ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഇവിടെ ചേഞ്ച് ചെയ്യാം. ഇതിപ്പോൾ വേറെ എല്ലാത്തിനും സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അതിലോട്ട് പോവാം. ദെൻ RSIൻ്റെ ഇവിടെ ഒരു സോഴ്സ് കോഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. സോഴ്സ് കോഡിൽ നമുക്ക് കോഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ രീതിക്ക് അത് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അവിടെ പോയി ചെയ്യാം. കോഡിങ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഓക്കെ, ദെൻ അതിന് ആദ്യം ഇതെങ്ങനെ വർക്കാവുന്നതെന്ന് മനസ്സിലാവണം. ഓക്കെ, ദെൻ അതിനുശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. മോർ ഓപ്ഷനിൽ പോകണമെങ്കിൽ മോർ ഓപ്ഷനിൽ പോവാം. അത് കോപ്പി ചെയ്യാം, അത് റിമൂവ് ചെയ്യാം. അങ്ങനെ ഇൻഡിക്കേറ്റർ ഫേവറേറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ പിൻ ടു സ്കെയിൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. കോപ്പി ചെയ്യാം, ഹൈഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം, പലതും ചെയ്യാം. ഓക്കെ, ദെൻ ഇതിൻ്റെ നേരെ ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ, റൈറ്റ് സൈഡിലേക്ക് പോയാൽ ഇവിടെയുണ്ട് ഡിലീറ്റ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇത് നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഭയങ്കര വലുതാക്കി കാണാൻ പറ്റും. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതിവിടെ ക്ലോസ് ചെയ്ത് താഴേക്ക് പോകും, ഓപ്പൺ ആക്കാം, ഇനി ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ RSI ഇപ്പോൾ താഴെയല്ലേ കാണുന്നത്, ഇത് നേരെ മേലെ പോയി കാണും. ഓക്കെ, മേലെ പോയി കിടക്കും. മേലെ പോയി കിടന്ന് നമ്മളുടെ കംഫേർട്ടാണ്, മേലെ പോയി കിടക്കും. മേലെ പോയി കിടന്നത് കൊണ്ട് തന്നെ ഇതിനെ വേണമെങ്കിൽ മേലേക്കാക്കാം, വീണ്ടും താഴേക്കാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയാണ്, നമുക്കതിപ്പോൾ ആവശ്യമില്ല. ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യം അങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. പല രീതിക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇതുപോലെ നമ്മളുടെ പിക്ചറായി കിടക്കുന്ന, പിക്ചറിന് മേലെ വരുന്ന ഇതുപോലെ RSI ഇൻഡിക്കേറ്റേഴ്സ്, സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ, അതൊക്കെ മേലെ വന്ന് കിടക്കുന്ന ഇൻഡിക്കേറ്ററാണ്. ഇനി ഇതേപോലെ ഇവിടെ ലിസ്റ്റിൽ വന്ന് കിടക്കുന്ന സാധനങ്ങളാണ് ഇപ്പോൾ സെക്ഷൻസ്. ഇനി അതേപോലെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്കിവിടെ കാണാം. ഒരു ലെറ്റർ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. കാരണം മാർക്കറ്റിൽ അത്രത്തോളം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. എല്ലാം യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ ചാർട്ടിൽ എന്താണോ എങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടക്കും അങ്ങനെ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളിപ്പോൾ അറിയണം എന്ന നിർബന്ധമില്ല. ഓക്കെ, മനസ്സിലായി ഇരുന്നാൽ മതി. നിങ്ങളുടെ ഫർദർ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്ത് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് റെഫർ ചെയ്ത് നോക്കാം. ഇൻഡിക്കേറ്റേഴ്സ് ഇതാണെന്ന് ഇനി മനസ്സിലാവുമല്ലോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് ഇൻഡിക്കേറ്റർ ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് എന്ന് വെച്ചോ. അപ്പം ഞാൻ ഈ ഒരു ഇൻഡിക്കേറ്റർ, അല്ലെങ്കിൽ പോട്ടെ വേറൊരു ഇൻഡിക്കേറ്റർ ഇത് ഓണാക്കി വെച്ചു. ഈ സെക്ഷൻ ഇൻഡിക്കേറ്റർ ഞാൻ ഓണാക്കി വെച്ചിട്ട് ഈ സെക്ഷൻ ഇൻഡിക്കേറ്റർ സെറ്റ് ഓഫ് കാര്യങ്ങൾ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ടൈമിങ്ങിലായിരിക്കും ഞാനിത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഈ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് സേവ് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ ഇവിടെ പോയിട്ട് സേവ് ഇൻഡിക്കേറ്റർ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വെക്കും. സെഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. നെയിമിൻ്റെ അവിടെ സെക്ഷൻസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ദെൻ റിമെമ്പർ സിമ്പിൾസ് എന്നോ റിമെമ്പർ എന്തെങ്കിലുമൊക്കെ അതൊക്കെ ടിക്ക് കൊടുത്തിട്ട് സേവ് കൊടുത്താൽ അതിന് ചിലപ്പോൾ ഇത് വേണ്ടി വരും. ദെൻ നമുക്കവിടെ ആ സിമ്പിൾസും കാര്യങ്ങളൊന്നും കൊടുക്കാതെ ഒന്ന് സേവ് ചെയ്ത് നോക്കാം. സെഷൻസ് സേവ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരെണ്ണം സേവ്ഡ് ആണ്. കണ്ടോ, ഈ ഒരു ലേഔട്ട് സേവ്ഡ് ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഒരു വ്യൂ ഉണ്ട്. RSIൻ്റെ ഒരു വ്യൂ ആണ്, നേരത്തെ ഒരു വ്യൂ ആണ്, അത് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് അങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ വെക്കുന്നത് നമുക്ക് ഹെൽപ്പായിരിക്കും. ഇപ്പോൾ പ്രീമിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങളായിട്ട് സേവ് ചെയ്ത് വയ്ക്കും. 2-3 വേ ഓഫ് ട്രേഡിംഗ് മെത്തേഡിൽ നമുക്ക് സേവ് ചെയ്ത്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് ഈ ഒരു ഇപ്പോൾ RSIൻ്റെ ഈ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ RSIൻ്റെ ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് വരുത്തി വെച്ചിട്ടുണ്ടാവില്ലേ, എന്നുവെച്ചാൽ കറക്റ്റ് ട്രേഡ് ചെയ്യാൻ പാകത്തിനുള്ള കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും. ഇതും ഇനി അതിൻ്റെ കൂടെ ചിലപ്പോൾ വേറൊരു സ്റ്റൊക്കാസ്റ്റിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഇതിൻ്റെ കൂടെ കമ്പയർ ചെയ്ത് ചിലപ്പോൾ ട്രേഡ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടാവും. അതിനെ സേവ് ചെയ്ത് വെച്ചാൽ അതെവിടെയും പോവില്ല, അത് അവിടെ തന്നെ കിടക്കും. പിന്നെ അപ്പോൾ അത് അവിടെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിന് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ഔട്ട് ചെയ്യാം, ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് അങ്ങനെ ഒരു സൗകര്യം. ഓക്കെ, നമുക്ക് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. ദെൻ ഇതിൻ്റെ അടുത്തത് പോയി കഴിഞ്ഞാൽ അലേർട്ട്. ഈ അലേർട്ടിൻ്റെ കാര്യമാണ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ അലേർട്ടും സെയിം തന്നെയാണ്. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ അത് ഇനി പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഒരു അലേർട്ട് നമ്മളിപ്പോൾ കിടക്കുന്നത് അത് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇതുവരെ അങ്ങോട്ട് മാർക്കറ്റ് വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് അലേർട്ടിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ദെൻ ഇവിടെയാണ് റിപ്ലൈ കാണുന്നത്.
റിപ്ലൈ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ റിപ്ലൈ പ്രീമിയം വേർഷനിലാണ് നമുക്ക് ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രീമിയമിലാണ് നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ന്യൂ കൊടുത്താൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരില്ല, പ്രീമിയമിലാണ് വരില്ല. നമുക്കിവിടെ ജസ്റ്റ് അത് ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ 1 ഡേ ടൈം ഫ്രെയിമോ അതിൻ്റെ മേലെയുള്ള ടൈം ഫ്രെയിമോ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാം. 1 ഡേ ടൈം ഫ്രെയിമിൽ റിപ്ലൈ വർക്കാവും. ഓക്കെ, അതിന് പ്രീമിയത്തിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ താഴെയുള്ള ടൈം ഫ്രെയിമിലാണ് അതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, റിപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്യണം, കുറേ പുറകിൽ പോയിട്ട് ഇവിടെ നിന്ന് നമ്മളുടെ സ്ട്രാറ്റജി വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണം അല്ലേ. അത് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയി എത്രയും പുറകിൽ പോയി ഇവിടെ കൊണ്ട് സെലക്ട് ബാർ എന്ന് ഇവിടെ കാണും. അത് സെലക്ട് ബാർ ഇവിടെ കൊടുത്തിട്ട് ഏത് ബാറിൽ നിന്നാണോ തുടങ്ങേണ്ടത് അത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ബാറൊക്കെ പോകും. ഇവിടെ തൊട്ടായി പിന്നെ തുടക്കം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ അത് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ അതിൻ്റെ സ്പീഡ് 3x ആക്കണോ 1x ആക്കണോ എന്നുള്ള സ്പീഡ് ഉണ്ട്. ദെൻ അതിൻ്റെ അപ്ഡേറ്റ് ഇൻ്റർവെൽ ടൈം ഫ്രെയിമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത്, പിന്നെ ഭയങ്കര ഫാസ്റ്റ് ഫോർവേഡ് ജമ്പ് ചെയ്യണമെങ്കിൽ അത്, റിയൽ ടൈമിലോട്ട് ജമ്പ് ചെയ്യണമെങ്കിൽ അതൊക്കെയാണ്. അപ്പോൾ ഞാൻ അത് പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതേ ഇങ്ങനെ ഓരോരോ അവിടെ തൊട്ട് പ്രീവിയസ്ലി ഉള്ള ചാർട്ട് ലൈവായിട്ട് റൺ ആവുന്ന പോലെ അങ്ങ് റൺ ആവും. ഓക്കെ, ഞാൻ ഇപ്പോൾ സ്പീഡ് കൂട്ടി കൊടുക്കുകയാണ്, ഒരു 0.3x കൊടുത്താൽ അത് സ്പീഡ് കുറഞ്ഞു അല്ലേ. ഓക്കെ, 3x കൊടുത്താൽ അതെ സ്പീഡിൽ പോണ് കാണാൻ പറ്റും. ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ വന്ന സെല്ലാവണമെന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാമല്ലോ. ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ സെല്ലാവുമെന്ന് എനിക്ക് അറിയാൻ പറ്റും അല്ലേ. അത് മനസ്സിലാക്കാനാണ്. ഇപ്പോൾ ഇവിടെ വന്നു, സെല്ലായില്ല, നേരെ കയറിപ്പോയി, എൻ്റെ സ്ട്രാറ്റജി ഫെയിലായി എന്നൊക്കെ അതിനാണ് ബാക്ക് ടെസ്റ്റിംഗ് എന്ന് പറയാം. നമുക്ക് മനസ്സിലാക്കാൻ, നമ്മുടെ സ്ട്രാറ്റജീനെ പറ്റി മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ റിപ്ലൈ ബാർ ഉപയോഗിക്കാം. പക്ഷെ ചെറിയ ടൈം ഫ്രെയിമിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ പ്രീമിയം വേണം. ഇനി അതല്ല, വേറെയും ട്രേഡിംഗ് വ്യൂ അല്ലാതെ ഈ റിപ്ലൈ മാത്രം ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഫ്രീ ആയിട്ട് കിട്ടുന്ന വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. എനിവേ നമുക്ക് അത് യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇത് എടുക്കുക, പ്രീമിയം എടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ റിപ്ലൈ ബാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, ഇവിടെ ലൈന് വരച്ച് വെച്ചിട്ടുണ്ട്, ഞാനിവിടെ ഒരു ലൈൻ വരച്ച്, ഇതൊക്കെ നമുക്ക് ബാക്ക് അടിക്കണം. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെയാണ് ഞാൻ ലൈൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്, ഞാൻ അറിയാതെ പോയിട്ട് ഇവിടെ കൊണ്ട് വരച്ചു, അതപ്പോൾ അവിടെ നിന്ന് ചേഞ്ച് ആക്കണം. അല്ലെങ്കിൽ ഇവിടെ ഉള്ളതിനെ ഇങ്ങോട്ട് നീക്കി വെച്ചു, അപ്പോൾ അത് ചേഞ്ച് ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ബാക്കിലേക്ക് അടിച്ചാൽ അത് തിരിച്ച് പഴയ അവിടെ പോയി കിടക്കാം. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ അതിനെ വളച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ, പേടിക്കണ്ട. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ എപ്പോഴത് ഉപയോഗം വരിക എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൃത്യമായിട്ട് ഷാർപ്പായിട്ടൊരു ലൈനോ അല്ലെങ്കിൽ ഇപ്പോൾ ഷാർപ്പായിട്ടുള്ളൊരു ബോക്സോ ഒക്കെ വരച്ച് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൻ്റെ ഇടയിൽ ഇത് അറിയാണ്ട് ഒന്ന് ചേഞ്ച് ആയിപ്പോയി. നമുക്കിനി തിരിച്ച് വീണ്ടും അവിടെ കൊണ്ട് വയ്ക്കും. നമ്മൾ കറക്റ്റ് ഷാർപ്പ് ലെവലൊക്കെ വെച്ചിരിക്കുന്നത്, തിരിച്ച് അവിടെ കൊണ്ട് വെക്കണ്ടേ. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് അവിടെ തന്നെ പോയി കിടന്നോളും. അതിന് വേണ്ടി ഉപയോഗിക്കാം, അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതിന്. ഓക്കെ, ദെൻ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലേഔട്ടിൻ്റെ കാര്യമാണ് കാണാൻ പറ്റുക. എന്നുവെച്ചാൽ ഇവിടെ കുറേ ലേഔട്ട് കാണും. ഇതിപ്പോൾ സിംഗിൾ ലേഔട്ടാണ്, ഒരു സ്ക്രീനിൽ ഒരു ചാർട്ട്, ഗോൾഡിൻ്റെ ചാർട്ട് മാത്രമേ ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ താഴെയൊക്കെ നോക്കുമ്പോൾ കുറേ ലേഔട്ടുകളുണ്ട്. ഇപ്പോൾ 2 ലേഔട്ടുള്ള 2 തരത്തിലുണ്ട്. മേലെ ഈ 2 ലെഫ്റ്റ് റൈറ്റും ആയിട്ട് കിടക്കാം, മേലെയും താഴെയായിട്ട് കിടക്കാം. 3 എണ്ണം ഉള്ളതിൻ്റെ ഇത്രയും കോമ്പിനേഷൻസ്, 4 എണ്ണം ഉള്ളതിൻ്റെ ഇത്രയും കോമ്പിനേഷൻസ്, 5 എണ്ണത്തിൻ്റെ ഇത്രയും കോമ്പിനേഷൻസ്, അങ്ങനെ അത്രയും കാണാൻ പറ്റും. നമുക്ക് കമ്പയർ ചെയ്തിട്ടും അങ്ങനെ കുറേ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ എന്താ വരിക, അവിടെ ഒരു ദിവസം തന്നെ കുറേ സ്റ്റോക്കുകൾ നമുക്ക് ട്രേഡബിൾ ആയിട്ട് ഉണ്ടാവും അല്ലേ. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ കുറച്ച് ചാർട്ടുകൾ ഇതേപോലുള്ള പ്രീമിയം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇത് ഫ്രീ വേർഷനിൽ അവൈലബിൾ അല്ല. പ്രീമിയം ഉണ്ടെങ്കിൽ ഈ ഒരു ലേഔട്ട് എടുത്തിട്ട് നിങ്ങൾക്കൊരു 4 സ്ഥലത്ത് 4 സ്റ്റോക്കുകൾ എടുത്ത് വെച്ച് അതിന് അനലൈസ് ചെയ്യാം, ജസ്റ്റ് വ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ വാച്ച് ചെയ്യാൻ ഒക്കെ അത് ഉപയോഗിക്കാം. ഓക്കെ, അതിനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ലേഔട്ടിൻ്റെ നെയിമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നെയിമൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇത് കോപ്പി ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം ഈ ഡാറ്റ. വെച്ചാൽ ഈ ഒരു ലേഔട്ടിനെ നമുക്ക് കോപ്പി ചെയ്യാം, ക്രിയേറ്റ് ന്യൂ ലേഔട്ട് കൊടുക്കാം, എക്സ്പോർട്ട് ചെയ്യാം, ഒക്കെ ചെയ്യാം, റീനെയിം കൊടുക്കാം, അതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി. ദെൻ ഇവിടെ
ഒരു ഹോട്ട് സെർച്ച് ഉണ്ട്. അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഈ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഡയറക്റ്റ്ലി സെർച്ച് ചെയ്യാനാണ്. ഇപ്പോൾ ലൈൻ എന്ന് പറഞ്ഞ സാധനം ലൈൻ അടിക്കുമ്പോൾ തന്നെ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ വരും. ഓക്കെ, അപ്പം അത് പേഴ്സണലി ഞാൻ ഉപയോഗിക്കാറില്ല. അങ്ങനെ ഒരു ഉപകാരം നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, വേണമെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. പിന്നെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സിമ്പിൾസ് ഉണ്ട്, സ്കെയിൽ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാർട്ടിൻ്റെ സെറ്റിങ്സാണ്. ഈ ഒരു ചാർട്ടിൻ്റെ സെറ്റിങ്സ്, ആ സെറ്റിങ്സും അതേപോലെ ആ സെറ്റിങ്സ് സെയിം വേ ആണ് നമ്മളിവിടെ ഈ ഒരു ക്യാൻഡലിൻ്റെ മേലെ ജസ്റ്റ് ഒരു ഡബിൾ അത് അലേർട്ട് ടൈപ്പ് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഈ ചാർട്ടിൻ്റെ മേലെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ സെറ്റിങ്സ് തന്നെ ഓപ്പൺ ആയി വരും. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റിൽ ഈ ക്യാൻഡിൽസ് എന്ന് പറയുന്നതിൻ്റെ കളറാണ് ഇവിടെ കാണുന്നത്. ബോഡി, ബോർഡർ, വിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ ബ്ലാക്ക് കളർ ചേഞ്ച് ചെയ്യാണ്, റെഡ് ആക്കുന്നു. ബോഡി മാത്രം റെഡ് ആയിട്ടുള്ളൂ, ബാക്കി അതിൻ്റെ ബോർഡറും മേലെ കാണുന്ന താഴെ കാണുന്ന ആ വരയുണ്ടല്ലോ അതെല്ലാം ബ്ലാക്ക് ആണ്. അപ്പോൾ ബോർഡറിനെ വീണ്ടും അതിനെയും റെഡ് ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ചേഞ്ച് വരും. ദെൻ വിക്കിനെയും കൂടി റെഡ് ആയി കഴിഞ്ഞാൽ ആ ഒരു ക്യാൻഡിൽ ടോട്ടലി റെഡ് ആവും. ഓക്കെ, അങ്ങനെ 3 കാര്യങ്ങളാണ് ഒരു ക്യാൻഡിലിൽ വരുന്നത്. ബോഡി, ബോർഡർ, വിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ സ്റ്റാറ്റസ് ലൈൻ ഉണ്ട്. ഇപ്പോൾ ലോഗോ, ഈ ലോഗോ ഉണ്ടല്ലോ, ഈ സ്ഥലത്തുള്ള ഇവിടുത്തെ ലോഗോ, അത് കളയണമെങ്കിൽ അത് കളയാം. ടൈറ്റിൽ കളയണമെങ്കിൽ ടൈറ്റിൽ കളയാം. ഗോൾഡ്, XAUSD അതാണ് മൊത്തത്തിലുള്ള ടൈറ്റിൽ. അത് കളയണമെങ്കിൽ കളയാം. പിന്നെ ഓപ്പൺ റേറ്റ്, ഈ വാല്യൂസ് ഒക്കെ ഉണ്ടല്ലോ, ഈ കാണുന്നത് ഇതൊക്കെ വേണമെങ്കിൽ കളയണമെങ്കിൽ കളയാം, ഒക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ സ്കെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു ഇതിൽ മെയിനായിട്ട് ഇവിടെ വരുന്നത് മെയിനായിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കൗണ്ട് ഡൗൺ ടു ബാർ ക്ലോസ് ആണ്. അത് ടിക്ക് കൊടുക്കാം, അൺടിക്ക് കൊടുക്കാം. ഇപ്പോൾ കാണാം 6 മണി, ഇവിടെ ഒരു ടൈം ലൈൻ ഓടുന്നുണ്ട്. അതാണ് ലൈവ് പ്രൈസ്. ഈ ലൈവ് പ്രൈസിൽ ഈ കാണുന്നത് ലൈവ് പ്രൈസ് ആണ്. ലൈവ് പ്രൈസിൽ ഈ ഒരു ക്യാൻഡിൽ അവസാനിക്കല് 6 മണിക്കൂറും 57 പോയിന്റ് ഇവിടെ ടൈം ഇങ്ങനെ റൺ ആവുന്നതാണ് പ്രൈസിന്റെ തൊട്ട് താഴെയായിട്ട്. അത് വേണ്ടെങ്കിൽ അത് ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് അൺടിക്ക് ചെയ്താൽ മതി. ഓക്കെ, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടൈം ഫ്രെയിമിനനുസരിച്ച് അത് അവിടെ കാണാൻ പറ്റും. ഇപ്പം ഞാനിതിവിടെ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ആ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലത്തെ ആ ക്യാൻഡിൽ തീരാനായിട്ട് 2 മിനിറ്റേ ബാക്കിയുള്ളൂ. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ചും കൂടി അത് നല്ലതാണത്. അതിപ്പോൾ അഡ്വാൻസ്ഡ് ആണെങ്കിലും ബേസിക്സ് ആണെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് വേണ്ടാന്ന് വെക്കരുത്, അത് വേണം. ദെൻ അതിനുശേഷം ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം അതിൻ്റെ കളറും കാര്യങ്ങളും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ വൈറ്റ് അല്ലേ കിടക്കുന്നത്, എനിക്ക് വേണമെങ്കിൽ ഇത് ഒരു ബ്ലാക്ക് ആക്കാം. രണ്ടും ബ്ലാക്ക് ആക്കിയാലേ ബ്ലാക്ക് ആവുള്ളൂ. ബ്ലാക്ക് ആക്കാം, എൻ്റെ ഇഷ്ടത്തിനാക്കാൻ പറ്റും. ഓക്കെ, വൈറ്റ് ആക്കണമെങ്കിൽ തിരിച്ച് വൈറ്റ് ആക്കാം. പിന്നെ ഗ്രിഡ് ലൈൻ, ഇതിൻ്റെ പുറകിൽ ഒരു ഗ്രിഡ് ലൈൻ കാണുന്നില്ലേ, അതിൻ്റെ നിറം കളർ മാറ്റാം. വാട്ടർമാർക്ക് വേണമെങ്കിൽ റിപ്ലൈ മോഡിൻ്റെ വാട്ടർമാർക്ക്. അതേപോലെ ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റ് ഉണ്ടല്ലോ, പ്രൈസ് എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ്, താഴെ ടൈം ഒക്കെ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കളർ ഇത് റെഡ് ആക്കണമെങ്കിൽ റെഡ് ആക്കാൻ കണ്ടത്, അത് മൊത്തം റെഡ് ആയില്ലേ. അതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ അത് ചെയ്യാൻ പറ്റും. ദെൻ വേറെ കുറേ കാര്യങ്ങളൊക്കെ താഴെ കിടക്കുന്നുണ്ട്. പിന്നെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ 1 ക്ലിക്ക് ട്രേഡിംഗ്. ഇവിടെ നമ്മൾ ബ്രോക്കറിനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഉപകാരപ്പെടും. 1 ക്ലിക്ക് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ. ബൈ ആൻഡ് സെൽ ബട്ടൺ ഉണ്ട്, ബൈ ആൻഡ് സെൽ ബട്ടൺ അവിടെ കിടക്കുന്നുണ്ട്. അത് വേണ്ടെങ്കിൽ അൺടിക്ക് ചെയ്ത് അത് പോകും. ഓക്കെ, ഇതിനനുശേഷം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഇവിടെ വീണ്ടും അലേർട്ടിൻ്റെ സെറ്റിങ്സ് കാണാം, പിന്നെ ഇവൻസിൻ്റെ സെറ്റിങ്സ് കാണാം. മെയിനായിട്ട് മാർക്കറ്റ് ഈ ചാർട്ടിൻ്റെ കളറും ഈ ഒരു സൈഡിൽ കാണുന്നതും ഈ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് ഇതിന് വേണമെങ്കിൽ ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്യാം. കണ്ടോ, ഇപ്പം ഞാൻ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തി, ഇതിന് ഞാൻ സേവേഴ്സ് കൊടുത്ത് അതിനൊരു പേര് കൊടുത്ത് സേവ് ചെയ്താൽ പിന്നെ എനിക്ക് അത് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ്ലി ഇത്രയും കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി വരും. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു 3 സെറ്റ് ടെംപ്ലേറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. എന്താ, ഗ്രീൻ ആൻഡ് റെഡ് ആയിട്ടുള്ള ഒരു ക്യാൻഡലിൻ്റെ ടെംപ്ലേറ്റ് കിടക്കുന്നുണ്ട്. ഓക്കെ, അത് വന്നില്ലല്ലോ, അത് തന്നെയാണ് ഗ്രീൻ ആൻഡ് റെഡ്. ഓക്കെ, ദെൻ ഗ്രീൻ ആൻഡ് വൈറ്റ് കിടക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ട് കിടക്കുന്നത്. ഇനി വൈറ്റ് ആൻഡ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ടെംപ്ലേറ്റ് സേവ് ചെയ്ത് വെച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് മാറ്റാനൊക്കെ പറ്റും. അപ്പം അതാണ് ഈ സെറ്റിങ്സും. ഈ സെറ്റിങ്സ് തന്നെയാണ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സാധനം. ഓക്കെ, ദെൻ ഇവിടെ തൊട്ടപ്പുറത്ത് പോയാൽ നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റും. ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് സ്ക്രീന് വരും. മറ്റേ ആ കാര്യങ്ങളൊന്നും ഡിസ്റ്റർബൻസ് ഇല്ലാതെ ചെയ്യണമെങ്കിൽ. പക്ഷേ നമുക്കിപ്പോൾ അത് ആവശ്യമാണ്. ദെൻ ഇപ്പുറത്ത്
ക്യാമറൻ്റെ ഓപ്ഷനിൽ നമുക്ക് ഈ ഒരു പിക്ചറിൽ ഇപ്പം നമ്മൾ എന്താണോ ചാർട്ടിൽ ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് അതിനെ ഡൗൺലോഡ് ചെയ്യാം. ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ഡൗൺലോഡ് ആവും. ഓക്കെ, കോപ്പി ഇമേജ്. ഇത് ഈ ഇമേജിന് അല്ലാണ്ട് ഇങ്ങനെ വെച്ചാൽ ഇവിടെ ഒന്നും കാണില്ല. ഇമേജിൽ ഇങ്ങനെ വെച്ചാലാണ് എന്താണോ ചാർട്ടിൽ അതിന് ഇമേജ് കോപ്പി ഇമേജ് അടിക്കാം, കോപ്പി ലിങ്ക് അടിക്കുക. ഇനി ഓപ്പൺ ന്യൂ ടാബ് അടിച്ചാൽ അടുത്ത ടാബിലേക്ക് ഓപ്പൺ ആവും. അങ്ങനെയല്ല, ഇനി ട്വീറ്റ് ചെയ്യാം ഡയറക്റ്റ്ലി എക്സിലോട്ട്. നമുക്ക് ട്വീറ്റ് ഇമേജ് കൊടുത്താൽ ഡയറക്റ്റ്ലി നമുക്ക് അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡയറക്റ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിനിവിടെ പബ്ലിഷിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഐഡിയാസ് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, ലൈവ് ചാറ്റ് അല്ല, പബ്ലിഷ് ചെയ്യണ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഐഡിയ. ഓക്കെ, ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ നമുക്കിതിൽ ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും തോന്നുന്നു. ഓക്കെ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, മൈൻഡ്, സ്പീക്ക് യുവർ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ആ ലൈവ് ചാറ്റ് ഉണ്ടല്ലോ, ലൈവ് ചാറ്റിലേക്ക് സ്പീക്ക് ചെയ്യാം. ദെൻ അത് ഈ പബ്ലിഷ് കൊടുത്താൽ ഡയറക്റ്റ്ലി പിക്കോട് കൂടി പോകും. അതാണ് സംഭവം. ഓക്കെ, ദെൻ നമുക്ക് ഈ സൈഡിലുള്ള കാര്യങ്ങളിൽ നമ്മൾ പിന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം നമുക്ക് അടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മാക്സിമൈസ് പാനലാണ് എന്ന് വെച്ചാൽ അടിയിലത്തെ പാനൽ ഓപ്പൺ ആക്കലാണ്. ഓക്കെ, അടിയിലത്തെ പാനൽ ഓപ്പൺ ആക്കലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇത് കൊടുത്താലും അത് ഓപ്പൺ ആവുന്നതാണ്, അത് നോക്കണ്ട. പിന്നെ ഇവിടെ ട്രേഡിംഗ് പാനൽ കാണാൻ പറ്റും. ഓക്കെ, ഈ ട്രേഡിംഗ് പാനലിലാണ് നമുക്ക് എന്ത് ബ്രോക്കേഴ്സ് കാണാൻ പറ്റുക. ബ്രോക്കേഴ്സിൻ്റെ ഞാൻ ഷോ ഓൾ ബ്രോക്കേഴ്സ് കൊടുത്ത ട്രേഡിംഗ് വ്യൂവിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ബ്രോക്കേഴ്സ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ കാണുന്ന ബ്രോക്കേഴ്സ് മാത്രമേ നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിലത്തെ ഏത് ബ്രോക്കറാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിലത്തെ ഏത് ബ്രോക്കർ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ഉണ്ട്, നിങ്ങളുള്ള രാജ്യത്ത് അവൈലബിൾ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. കണ്ടോ, വാൻറ്റേജ് അവൈലബിൾ ആണ് കേട്ടോ. വാൻറ്റേജ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ API ഡയറക്റ്റ്ലി നമുക്ക് MT5 കണക്ട് ചെയ്യുന്ന പോലെ കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട് വേറെ. ഓക്കെ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്ത് ഇവിടെ തന്നെ ബൈ ആൻഡ് സെല്ല് ചെയ്യാം ഡയറക്റ്റ്ലി. കുറച്ചും കൂടി നല്ലതായിരിക്കും അത്. ഓക്കെ, ഞാൻ സ്പെഷ്യലി ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെ ചെയ്യുന്ന കാരണം ഞാനത് ചെയ്യാറില്ല. അപ്പോൾ അത് പിന്നെ എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കോഡിങ് കാര്യങ്ങൾ അത് വേണ്ട, നമ്മളത് നോക്കരുത്. ഓക്കെ, പിന്നെ നമുക്ക് ടൂൾസ് ആണ് ഈ സൈഡിലുള്ളതാണ്. ഇനി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള ഡ്രോയിങ്സും കാര്യങ്ങളും എല്ലാം വരുന്നത് ഈ സൈഡിലത്തെ. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് ഇതും ഒഴിവാക്കാൻ പറ്റില്ല. അത് ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇവിടെ ഇതിങ്ങനെ വരും ഇവിടേക്ക്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഒരു സാധനമായിട്ട് വരുന്നത്. ഇതിൽ നമ്മൾ ഈ ഒരു പോയിന്റർ ഉണ്ടല്ലോ, ഇങ്ങോട്ടും പോകുമ്പോൾ പ്ലസ് ഐക്കൺ കാണുന്നില്ലേ, ഡോട്ടഡ് ലൈൻ. നമുക്ക് ഫുൾ മാർക്ക് എവിടെയാണ് കൃത്യം 90 ഡിഗ്രിയിൽ നമുക്ക് ലൈൻ മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ ഈ ഒരു ലൈൻ ഇവിടെ വെക്കുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് വരെ കൃത്യമായിട്ട് എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു ക്രോസ് ആണ് ഈ കാണുന്നത്. ഇനി ഡോട്ട് വെച്ചാൽ ഡോട്ട് ആയിട്ടുള്ള കാര്യമായിരിക്കും കാണാൻ പറ്റുക, ഡോട്ടായിട്ടായിരിക്കും അത് കാണുക. ഇനി ആരോ വെച്ചാൽ ആരോ മാത്രം ഉണ്ടാവുള്ളൂ, ആ പ്ലസ് ഐക്കൺ ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഈ ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഒരു സർക്കിൾ വരും, പ്ലസ് ആ വലിയ ഡോട്ടഡ് പ്ലസ് ഐക്കൺ ഉണ്ടാവും, ഒരു സർക്കിൾ വരും. കുറച്ചും കൂടി എന്താ പറയുക, നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മാജിക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഒരു പൂവൊക്കെ വരും, അതിപ്പോൾ വരുന്നില്ല, എന്താണോ. പിന്നെ എറേസ് ചെയ്യുക. നമ്മളിപ്പോൾ എന്തെങ്കിലും മാർക്കറ്റിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്, സാധനം വന്നു കണ്ടോ, സാധനം അങ്ങനെ വരും. അത് വേണമെങ്കിൽ നമുക്ക് വെറുതെ ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ദെൻ ഈ സാധനം ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എറേസ് ചെയ്യണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് അത് ക്ലിക്ക് ചെയ്താൽ അത് ഡയറക്റ്റ്ലി എറേസ് ആകും. ഓക്കെ, നമുക്കിപ്പോൾ തന്നെ എടുത്ത് വയ്ക്കാം, ഈ പ്ലസ് ഐക്കൺ തന്നെ എടുത്ത് വയ്ക്കാം. പിന്നെ അതിൻ്റെ അടിയിൽ വരുന്നതാണ് ഒരു ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഈ ലൈൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ, ലൈൻ ഓപ്പൺ ആവുന്നത് മേലെ ക്ലിക്ക് ചെയ്യല്ല, അതിന് തൊട്ടടുത്ത് എല്ലാത്തിൻ്റെയും തൊട്ടടുത്ത് ഒരു ഏരോ മാർക്ക് ഉണ്ട്. ആ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ട്രെൻഡ് ലൈൻ ഉണ്ട്, റേ ഉണ്ട്, ഇൻഫോ ലൈൻ ഉണ്ട്, എക്സ്റ്റെൻഡ് ലൈൻ ഉണ്ട്, ട്രെൻഡ് ആംഗിൾ ഉണ്ട്, ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്. ഇതെല്ലാം നമുക്ക് വേണ്ട, ആവശ്യമേ ഇല്ല. നമ്മൾ ഉപയോഗിക്കുന്ന, നമുക്ക് എപ്പോഴും യൂസ് വരുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്റ്റാർ ചെയ്തിട്ടാൽ മതി. അപ്പം ഞാൻ വെച്ചിരിക്കുന്നത് സ്റ്റാർ ചെയ്തിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഈ സ്റ്റാർ ചെയ്തിടുന്നതാണ് ഇവിടെ വരിക. ഈ ഒരു സാധനത്തിലോട്ട് വരുന്നത് ഈ സ്റ്റാർ ചെയ്തിടുന്നതാണ്. ഈ ടൂൾസിൽ നിന്ന് സ്റ്റാർ ചെയ്തിടുന്നതാണ് ഇങ്ങോട്ട് വരിക. അപ്പോൾ ട്രെൻഡ് ലൈൻ ഇവിടെ സ്റ്റാർ ചെയ്തിട്ടത് കിടക്കുന്നത് എവിടെയാണ്, ഇവിടെ കിടക്കുന്നുണ്ട് ട്രെൻഡ് ലൈൻ അല്ലേ. അത് ഞാൻ സ്റ്റാർ ചെയ്താൽ ആ ട്രെൻഡ് ലൈൻ അവിടെ നിന്ന് പോയി, സ്റ്റാർ ചെയ്തപ്പോൾ അത് അവിടെ വന്നു വീണ്ടും. ഓക്കെ, അങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ വേറെ കുറച്ച് കാര്യങ്ങളും
പിച്ച് ഫോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതൊക്കെ ഓരോ രീതിക്ക് മാർക്കറ്റിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി വ്യൂവിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ദെൻ ആ ലൈൻ കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് വരുന്നതാണ് ഫിബ് എന്ന് പറയുന്ന ഒരു ഫിബൊനാച്ചി എന്ന് പറയുന്ന ഒരു ലിസ്റ്റ്. ഫിബൊനാച്ചി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കുറേ പേര് സ്ട്രാറ്റജിക്കലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫിബ് റിട്രേസ്മെന്റ് ടൂളാണ് മോസ്റ്റ് കോമൺലി കണ്ടുവരുന്ന ഒരു ടൂൾ, ഫിബിന്റെ മെയിൻ ടൂൾ. അത് ഞാനിവിടെ സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, എപ്പോഴും ചെയ്യാറില്ല. ഓക്കെ, ദെൻ ഇവിടെ അത് സ്റ്റാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടാം. പിന്നെ ട്രെൻഡ് ബേസ്ഡ് ഫിബ് എക്സ്റ്റൻഷൻ ഉണ്ട്, ഫിബ് ചാനൽ ഉണ്ട്, ഫിബ് ടൈം സോൺ ഉണ്ട്, അതുപോലെ കുറേ ഉണ്ട്. ഇപ്പോൾ ഗ്യാൻ ബോക്സ് ഒക്കെ പലവരും യൂസ് ചെയ്യുന്ന മെയിൻ സാധനങ്ങളാണ്. ഇതൊക്കെ ബേസ് ചെയ്തിട്ട് എല്ലാ സ്ട്രാറ്റജിക്കും ഇത് ആവശ്യമില്ല. ഇത് ബേസ് ചെയ്ത് വരുന്ന സ്ട്രാറ്റജിക്കും മാത്രമേ ഇത് ആവശ്യമുള്ളൂ. പിന്നെ ഒരു കാര്യം, ഈ ഓരോ ഫിബിന് തന്നെ അതിൻ്റെതായ സെറ്റിങ്സ് ഉണ്ട്. അതിൻ്റെതായ സെറ്റിങ്സിൽ മാറ്റം വരുത്തി ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ വേറെ ഗ്യാൻ ബോക്സിലും അതിൻ്റെതായ സെറ്റിങ്സ് ഉണ്ട്. അതിൻ്റെതായ സെറ്റിങ്സ് മാറ്റം വരുത്തി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കണം. വെറുതെ ഇട്ട് ഇങ്ങനെ വരച്ചത് ഇതുപോലെ കാണും. ഇതെന്താന്ന് ചോദിച്ചാൽ മഴവില്ല് പോലെ കാണാൻ പറ്റും. അതൊന്നും നമുക്ക് ഒന്നും കണ്ടാൽ പോലും മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഭ്രാന്താവും കണ്ടു കഴിഞ്ഞാൽ. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കൊടുക്കണം അതിന്. അല്ല എല്ലാം കൂടി ഒരുമിച്ച് ഇപ്പോൾ ഫിബ് എടുത്ത് വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുക. പക്ഷെ ഫിബിന് ഞാൻ സെറ്റിങ്സിൽ പോയിട്ട് ഫുൾ റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്ലൈ ഡിഫോൾട്ട് കൊടുത്തതാ ഇതേപോലുള്ളൊരു മഴവില്ലാണ് കാണാൻ പറ്റുക. നോക്കിയാൽ ഇത് നോക്കി നിങ്ങൾ എന്ത് മനസ്സിലാക്കും ഇനീഷ്യലി? അതൊന്നും അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. അതൊക്കെ സ്ട്രാറ്റജി ബേസ്ഡ് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഫിബിൻ്റെ കുറേ കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഫിബിൻ്റെ തന്നെ റൗണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഫിബ് സ്പേരിയൽ കണ്ടോ, ഒരു സാധനങ്ങൾ കണ്ടോ. ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാരണം പലവരും ഈ സ്പേഷ്യലൊക്കെ നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്യുന്നത് സ്പേഷ്യൽ വ്യൂവും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. നമുക്കതൊന്നും അറിയില്ല, നമ്മളതൊന്നും ചെയ്യാറില്ല. ദെൻ പാറ്റേൺസ്, ഇപ്പോൾ ABCD പാറ്റേൺസ്, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്, ഇപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഇതൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ കണ്ടോ വരയ്ക്കുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെ വരച്ച് വയ്ക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞിട്ട് പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ പറയുന്നതാണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. മാർക്കറ്റ് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് വരയ്ക്കാൻ ആയിട്ട് എളുപ്പമായിട്ടുള്ളൊരു ടൂളാണിത് എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ അത് ഉപയോഗമുള്ളൂ, എല്ലാവർക്കും ഉപയോഗമില്ല. അപ്പം പിന്നെ ABCD പാറ്റേൺ എന്നൊക്കെ പറഞ്ഞ് ആ സാധനം കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സൈക്ലിക് ടൈം സൈക്കിൾ എന്തായാലും കൊള്ളാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് വരുന്ന ടൂളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും ഞാൻ സ്റ്റാർ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ആ ഒരു രീതി അതിൻ്റെ തന്നെ ലിസ്റ്റിൽ ഏറ്റവും താഴെ വന്ന ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ടൂളും കൂടിയുണ്ട്. ഇത് നമുക്ക് സ്ട്രാറ്റജിക്കലി വോളിയം നോക്കാൻ, എന്താണ് വോളിയം എന്ന് അറിയില്ല എന്നുള്ളവരുണ്ടാവും. എനിവേ നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാം. ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്താണ് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ കൊടുക്കാം. ഓക്കെ, ദെൻ ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ നിങ്ങൾ മനസ്സിലാക്കണം, ബൈ ചെയ്തിട്ടും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, സെല്ല് ചെയ്തിട്ടും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് രീതിക്ക് ചെയ്യുമ്പോൾ അത് ഞാൻ ഇവിടെ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഷോർട്ട് പൊസിഷനും ലോങ് പൊസിഷനും. ഇപ്പോൾ ഷോർട്ട് എടുത്ത് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും കാണാൻ പറ്റുക. ഓക്കെ, ഈ ലോങ് പൊസിഷൻ എടുത്ത് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ബൈ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഷോർട്ടിൻ്റെ കാര്യത്തിൽ മാർക്കറ്റിന് ഇവിടെ ഈ സെൻറ്റർ പോയിന്റ് ഉണ്ടല്ലോ, ഈ സെൻറ്റർ പോയിന്റിലാണ് നമ്മൾ എൻ്റർ ആവുക. മാർക്കറ്റ് എൻ്റർ ആവുന്ന ഏരിയ ആണ് ഇത്. ഈ എൻ്റർ ആയിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നാൽ പ്രോഫിറ്റ് ആണ്, ഇവിടെ പോയാൽ ടാർഗറ്റ് അടിക്കും. ഇവിടെ നിന്ന് എൻ്റർ ആയി നേരെ മേലെ പോയി ആ സ്റ്റോപ്പ് ലോസ് അടിക്കും, ലോസ് ആവും. അപ്പോൾ അതാണ് ഈ ഷോർട്ട് പൊസിഷൻ്റെ കേസ്. ഓക്കെ, ഇവിടെ വന്നാൽ ടാർഗറ്റ് അടിക്കും. ഇനി ഇതേ മാർക്കറ്റ് ബൈയിങ്ങിൽ എൻ്റർ ആവുന്നത് ഇവിടെ ആയിരിക്കും. ഈ സാധനം നേരെ മേലെ പോയാൽ ടാർഗറ്റ് അടിക്കും, താഴെ വന്നാൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ വെറുതെ മേലെയും താഴെയും വരാൻ വേണ്ടിയിട്ടുള്ള രണ്ട് കളർ മാത്രമല്ല, ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്, കുറേ കാൽക്കുലേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഈ മേലെ കാണുന്ന ഓപ്പൺ P&L എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്ന സാധനം ഇവിടെ നോക്കാം. 2:2 അല്ല 2.2. ഓക്കെ,
അതിന് നമുക്ക് 1:2 എന്നാണ് നമ്മൾ പറയുക. അപ്പം ഇതിപ്പോൾ 1:1 ആണ്. ഓക്കെ, ഇതിപ്പോൾ 1:1 ആണ്. 1:1 ആണ്. താഴെയും മേലെ ഒരേപോലെയാണ്. ഒന്ന് തന്നെ ഇതൊന്നാണെങ്കിൽ ഇത് ഒന്നാണ്. ഇത് ഒന്നാണെന്നുണ്ടെങ്കിൽ ഇത് 2 ആവും. അതാണ് ഇവിടെ 1:2. ഇതിൻ്റെ ഡബിൾ ആണ്. ആ ഒരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. പിന്നെ അതിൻ്റെ ഇപ്പോൾ ലോസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെർസെൻറ്റേജ് എത്ര ലോസ് ആവുന്നതാണ് ഇവിടെ കാണുന്നത്. 0.108% ലോസ് ആവും. അതിങ്ങനെ അഡ്ജസ്റ്റ് ആയാൽ ലോസ് ആവുന്നത് കൂടും, ചെറുതാക്കിയാൽ കുറയും. അതേപോലെ ടാർഗറ്റ് എത്ര പെർസെൻറ്റേജ് കിട്ടും എന്ന് മനസ്സിലാക്കണേ അവിടെ ഉണ്ട് പെർസെൻറ്റേജിൻ്റെ കാര്യമൊക്കെ, അതവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളാണ് ഈ ഷോർട്ട് പൊസിഷനും ലോങ് പൊസിഷനും എന്ന് പറയുന്ന ടൂളിൽ നമുക്ക് കാണാൻ പറ്റുക. അതിൽ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതേപോലെയുള്ള കുറേ സാധനങ്ങളാണ്. ഓക്കെ, ദെൻ പിന്നെ ഇവിടെ അടുത്തൊരു ഓപ്ഷനിൽ നമുക്ക് ഇതല്ലേ ഈ ഓപ്ഷനിൽ നമുക്ക് വരുന്നത് ബ്രഷ്, ഹൈലൈറ്റ്. ബ്രഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം. ഓക്കെ, ഇതിന് അതുപോലെ അടുത്ത ഹൈലൈറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്തിടണം, ഈ ഒരു ഏരിയ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിടണം എന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്തിടാം ഒക്കെ ചെയ്യാം. ഓക്കെ, ദെൻ ആരോ മാർക്ക് ഉണ്ട്, ഇങ്ങനെ ആരോ മാർക്ക് വരയ്ക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ആരോ മാർക്ക് ഡൗൺ. ഓക്കെ, അതെന്താ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമുക്കിപ്പം ഈ ഒരു ഹൈ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഡൗൺ വന്നു നമുക്ക് കാണണമെങ്കിൽ ഇവിടെ ആരോ മാർക്ക് ഡൗൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ഡൗണിലേക്ക് സെല്ലായി എന്നൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം, ഇൻഡിക്കേഷൻ ചെയ്യാം, ഒക്കെ ചെയ്യുന്നെങ്കിൽ ചെയ്യാം. ഓക്കെ, മാർക്ക് അപ്പും മാർക്ക് ഡൗൺ ഒക്കെ ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിൾ ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടാവില്ല. റെക്റ്റാങ്കിൾ ഞാൻ സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. റെക്റ്റാങ്കിളിന്റെ ഉപയോഗം ഇതേപോലുള്ളൊരു ബോക്സ് വരയ്ക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ എക്സ്റ്റെൻഡ് ആയി കിടക്കുന്നുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ഞാനിപ്പോൾ നോർമലാക്കി വെക്കാം. ഓക്കെ, ഇതാണ് നോർമലായിട്ടുള്ളത്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ആയി ഇതിൻ്റെ ഞാൻ പറഞ്ഞു എല്ലാത്തിനും സെറ്റിങ്സ് ഉണ്ട്. ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആയി വരും. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഡോണ്ട് എക്സ്റ്റെൻഡ് ആണ്. എക്സ്റ്റെൻഡ് റൈറ്റ്, എക്സ്റ്റെൻഡ് ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, ഒക്കെ ചെയ്യാം. ഓക്കെ, അതിന് നമുക്ക് ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. എല്ലാം നമുക്ക് ടെംപ്ലേറ്റ് ആയി സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. വരുന്ന എല്ലാ വീഡിയോയിലും, നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ അല്ല വേറെ ഏത് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിലും ബോക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ദെൻ ബോക്സ് കഴിഞ്ഞാൽ നമുക്കിവിടെ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഓപ്ഷനിൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. വേറെ ഇതേപോലത്തെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളൊക്കെയാണ്. ലൈന് വരയ്ക്കുകയാണെങ്കിൽ ലൈന് വരയ്ക്കാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചാൽ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഇങ്ങനെ ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതിൻ്റെ വലുപ്പം കുറയ്ക്കണമെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് ഇവിടെ വരും. പിന്നെ ഒരു കാര്യം, ഈ വരച്ച ഞാൻ എല്ലാത്തിനും അതിൻ്റെ സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ വരും. ഇതിപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെയാണോ അത് ഓപ്ഷൻ വരും. സെറ്റിങ്സിലോട്ട് പോകേണ്ട ഓപ്ഷൻ ഇവിടെയാണ്. അതിനെപ്പറ്റി അതിൻ്റെ കളർ ഫില്ല് ചെയ്യുന്നത്, അതിൻ്റെ മേലെ ടെക്സ്റ്റ് എഴുതേണ്ടത്, അത് ഡിലീറ്റ് ആക്കേണ്ട ഓപ്ഷൻ, അത് ലോക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഒക്കെ വരും. നമുക്ക് നോക്കാം അത്. ഓക്കെ, തന്നെ ഈ ടെക്സ്റ്റിൻ്റെ സെറ്റിങ്സ് ആണ് ഇവിടെ. അതിനെ സംബന്ധിച്ച് അതിൻ്റെ വലിപ്പം കുറയ്ക്കാം, അതിൻ്റെ എല്ലാം കൂട്ടാം ഒക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ ടെക്സ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്നത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വരും. കമൻറ്റ് ഇടണമെങ്കിൽ കമൻറ്റ് ഇടാം. കണ്ടോ, അവിടെ എന്തെങ്കിലും നമുക്ക് ഇടണമെങ്കിൽ അവിടെ ഇടാം. പ്രൈസ് ലാബിൽ ചെയ്യാം. കണ്ടോ, അപ്പോൾ ഈ പ്രൈസ് ഇവിടെ നമുക്ക് ഇത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ലെവലിൽ കൊണ്ട് വെച്ചാൽ ആ ഒരു പോയിന്റ് എവിടെയാണോ അവിടെ എന്താണ് പ്രൈസ്. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ഹൈയിൽ ഈ ഒരു ലോ എടുത്ത് വെക്കുകയാണ്. ലോ എടുത്ത് വെക്കുമ്പോൾ ആ ഒരു ലോയിൽ എന്താണോ പ്രൈസ് അവിടെ വരെ പോയിട്ട് നമുക്ക് ഈ പ്രൈസ് നോക്കിയാൽ മനസ്സിലാവില്ലേ. അങ്ങനെ അതൊക്കെ കുറച്ച് വേണമെങ്കിൽ കുറച്ച് ആഡംബരമാണ്, എന്നാലും നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം എന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇതിൻ്റെ താഴെ തൊട്ടടുത്ത് പോയി കഴിഞ്ഞാൽ ഇമോജീസും കുറേ കാണാൻ പറ്റും. ഇമോജീസ് നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും എടുത്തിടാം. വേണമെങ്കിൽ ഒരു എൻട്രി എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കായിരുന്നിട്ട് എവിടെ പോയത് പ്രാർത്ഥിക്കായിരുന്നിട്ട് ഒരു എൻട്രി എടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കോമഡി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതൊക്കെ കൂടുതലും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ചാർട്ട് ഒരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ഇതുപോലത്തെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് എടുത്തിടാം. അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം. ഓക്കെ, ദെൻ സ്കെയിൽ എന്താ മീൻ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ മാർക്കറ്റിൽ ഒരു സ്ഥലം തൊട്ട് ഒരു സ്ഥലം വരെയുള്ള മൂവ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സ്കെയിൽ സെലക്ട് ചെയ്താൽ ആ സ്കെയിലിന് തൊട്ടപ്പുറത്തുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല കേട്ടോ, അവിടെ ഡയറക്റ്റ്ലി സ്കെയിൽ തന്നെയാണ്. ഈ ഒരു ഹൈ തൊട്ട് ഈ ഒരു ലോ വരെ ഞാനിങ്ങനെ വരയ്ക്കുകയാണ്.
ഇത്ര ഏരിയ ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത്ര ഏരിയയിൽ മാർക്കറ്റിൽ എത്ര മൂവ്മെന്റ് ഉണ്ടായി, എത്ര പെർസെൻറ്റേജിൻ്റെ മൂവ്മെന്റ് ഉണ്ടായി? 0.38% മൈനസ് മൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. അതുണ്ടായി 21 ബാറുകൾ ഈ ഒരു ഞാൻ സെലക്ട് ചെയ്ത ഇത്രയും ഏരിയൻ്റെ ഉള്ളിലുണ്ട്. ഇത്രയും ഇവിടെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ 21 ബാറുകളാണ് ഉള്ളത്. അത് മനസ്സിലായി. ഇത്രയും സമയം, എത്ര സമയം എടുത്തിട്ടാണ് ഇവിടെ തൊട്ട് ഇവിടം വരെ മാർക്കറ്റ് വന്നിരിക്കുന്നത്? 1 മണിക്കൂർ 45 മിനിറ്റ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ പ്ലസ് അയക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഏരിയനെ നമുക്ക് സൂം ചെയ്യണം. അപ്പം ഞാൻ ഈ ഒരു ഹൈ അല്ലെങ്കിൽ ഈ ഒരു ലോനെ സൂം ചെയ്യുകയാണ്. അവിടെ ഒരു ബോക്സ് വരച്ചാൽ കൃത്യം ആ ഒരു ലോയാണ് ഈ കാണുന്നത്. ഓക്കെ, ആ ഒരു ലോ ആണ്. നമുക്ക് അവിടെ ഡയറക്റ്റ്ലി അവിടെ സൂം ചെയ്യാൻ പറ്റും. ദെൻ അതിന് ശേഷം നമുക്ക് ഇവിടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസും ചെയ്യാം, തിരിച്ച് ബാക്കിലോട്ടും വരും. അപ്പം ഞാൻ ഇവിടെ സൂം ചെയ്തു, അപ്പോൾ തന്നെ ഇവിടെ ഒരു മൈനസ് സൂം ഔട്ട് ചെയ്യേണ്ട ഓപ്ഷൻ വന്ന് സൂം ഔട്ടും ചെയ്യാം. ഓക്കെ, അതിനുശേഷം താഴെ കാണുന്നതാണ് മാഗ്നറ്റ് ഓപ്ഷൻ. മാഗ്നറ്റിൻ്റെ ഓപ്ഷൻ തുറന്നു കഴിഞ്ഞാൽ വീക്ക് മാഗ്നറ്റും ഉണ്ട്, സ്ട്രോങ് മാഗ്നറ്റും ഉണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇപ്പം ഞാൻ ഈ ഒരു ലോയിൽ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഈ ഒരു ലോയിൽ ഞാൻ ഒരു ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഒരു ലൈൻ ടൂൾ എടുക്കുന്നു. ഈ ഒരു ലോയിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നത് കൃത്യമാണെന്ന് ഇവിടെ വയ്ക്കുന്നു, വരയ്ക്കുന്നു. ഇതിപ്പോൾ കൃത്യമായിരിക്കുമോ? കൃത്യമായി ഈ ലോയിൽ നിന്ന് തന്നെ ആയിരിക്കുമോ ആ ലൈന് വന്നിട്ടുണ്ടാവുക? ഞാനിതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുമ്പോൾ നോക്ക്, ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെയുള്ള പ്രൈസും തമ്മിൽ ഒരു 85 84 ലൈൻ കിടക്കുന്നത്. പക്ഷെ പ്രൈസ് 85 0.85 ഇവിടെ കണ്ടോ, റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ? അപ്പം ആ ഒരു ഷാർപ്നെസ് നമുക്ക് കിട്ടാതായിപ്പോൾ. അപ്പോൾ ഷാർപ്നെസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു മാഗ്നറ്റ് ഓൺ ആക്കിയിട്ട് നമ്മളതിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ ഈ ഒരു പോയിന്റർ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ലോയിലേക്ക്, വീക്ക് മാഗ്നറ്റ് ആണോ, ഈ ഒരു ലോയിലേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ആവും. നമുക്ക് കൃത്യം ആ ഒരു ലോയിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ലൈന് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് ഇപ്പം നിങ്ങൾക്കത് ഒന്നും തോന്നില്ല, പക്ഷെ അത് ഹെൽപ്ഫുൾ ആയിട്ട് മനസ്സിലാവും. ഇത് കണ്ടോ, ഓട്ടോമാറ്റിക്കലി ജമ്പ് ചെയ്യുന്ന കണ്ടോ ആ ഒരു ലോയിലോട്ട്. ആ ഒരു ലോയിന് ഞാൻ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു വ്യത്യാസം പോലും സംഭവിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു ലോ എത്ര എക്സ്റ്റെൻഡ് ചെയ്താലും ഒരു വ്യത്യാസം പോലും അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ടാവും. അതിനാണ് മാഗ്നറ്റിൻ്റെ ഉപയോഗം. ഓക്കെ, അപ്പോൾ അതാണ് മാഗ്നറ്റ്. ദെൻ ഇവിടെ ഇത് നോക്കിയാൽ, കീപ് ഡ്രോയിങ്സ് നോക്കിയാൽ, ഈ ഡ്രോയിങ്സിനെ കീപ്പ് ചെയ്യുന്ന വെച്ചാൽ ഈ കീപ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അത് എന്ത് സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ലാത്തൊരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഒന്നും ഇമ്പോർട്ടൻസ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ല. ഞാൻ തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ ലോക്ക് ഓപ്ഷൻ ഉണ്ട്. ലോക്ക് ഓപ്ഷൻ കൊടുത്ത് നമുക്ക് എല്ലാ ഡ്രോയിങ്സും ഒറ്റയടിക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇത് എനിക്ക് ഇനി എടുത്ത് മാറ്റാൻ പറ്റില്ല. ഈ ഒരു സാധനം എനിക്ക് എടുത്ത് മാറ്റാൻ പറ്റില്ല, ഇതെടുത്ത് മാറ്റാൻ പറ്റില്ല. കാരണം ലോക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീട്ടുന്ന സമയത്ത് അറിയാണ്ടത് മാറിപ്പോവുക എന്നൊരു പ്രശ്നം വരില്ല. ഇതിപ്പോൾ എല്ലാം കൂടി ലോക്ക് ചെയ്യലാണ്. ഇനി എനിക്ക് ഏതെങ്കിലും ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനെ ലോക്ക് ചെയ്യണം, അതിനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സിൻ്റെയും കാര്യങ്ങളിലൊക്കെ ഓപ്ഷൻ കൂടെ ഓണായി വരുമ്പോൾ അവിടെ ലോക്ക് ഓപ്ഷൻ ഉണ്ട്, ലോക്ക് ചെയ്യുക. പിന്നെ ഇത് മാറില്ല, ഇത് മാറും. അപ്പോൾ അത് വേണമെങ്കിൽ ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യാം, അപ്പോൾ അത് പിന്നെ മാറില്ല. എന്ന് വെച്ചാൽ ഇതൊക്കെ എൻട്രി എടുക്കുന്ന ലൈവ് മാർക്കറ്റിലോട്ട് പോകുമ്പോൾ ഉള്ള നമുക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഉപയോഗങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് ഞാനിപ്പോൾ ഇവിടെ ചുമ്മാ പറയുന്നതെന്നുള്ളൂ, പക്ഷെ അത് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കുക. ഓക്കെ, അത് ലോക്കും അൺലോക്കും ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ് ഓൾ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ഹൈഡ് ഓൾ പൊസിഷൻ ആൻഡ് ഓർഡേഴ്സ് ഉണ്ട്. അതൊക്കെ ഓർഡർ എടുക്കാൻ പറ്റും ബ്രോക്കറിനെ കണക്ട് ചെയ്തു എന്നുണ്ടെങ്കിലൊക്കെ ഉള്ളൂ. പിന്നെ ഹൈഡ് ഓൾ ഡ്രോയിങ്സ് വെച്ചാൽ ഇത് കൊടുത്ത എല്ലാ ഡ്രോയിങ്സും അങ്ങ് ഹൈഡ് ആവും. ഇനി ഇതിൻ്റെ കൂടെ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ ഇതേപോലുള്ള ഏതെങ്കിലുമൊക്കെ ഇൻഡിക്കേറ്റർ ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഹൈഡ് ഓൾ ഡ്രോയിങ്സ് കൊടുക്കാതെ ഹൈഡ് ഓൾ ഇൻഡിക്കേറ്റർ കൊടുത്ത് ഇൻഡിക്കേറ്റർ ഹൈഡ് ആവും. ഇതിപ്പോൾ ഒരെണ്ണം കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി അവിടെ പോയി ഹൈഡ് ചെയ്താൽ മതി. കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെങ്കിൽ
ബുദ്ധിമുട്ടാണ് ഇല്ലേ ഓരോന്നും പോയി ചെയ്യാനായിട്ട്. അപ്പം അത് ഓക്കെ. അപ്പം അതാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ. പിന്നെ കുറച്ച് കാര്യങ്ങൾ പിന്നെ വേറെ കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. ഈ ഡിലീറ്റിങ്ങിൻ്റെ ഓപ്ഷൻ ഇവിടെ പോയാൽ റിമൂവ് 22 ഡ്രോയിങ്സ് എന്ന് കൊണ്ട് കാണും. ഈ ഇത്രയും ഡ്രോയിങ്സ് ഒരുമിച്ച് അങ്ങ് എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയാം മൊത്തത്തിൽ. ഓക്കെ. പിന്നെ ഇവിടെ സ്റ്റാർ ചെയ്തിടാണെങ്കിൽ സ്റ്റാർ ചെയ്തിടാം. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു സാധനമാണ് ഈ സ്റ്റാർ. അത് നമുക്ക് വേണം, അത് അവിടെ ഓണായി ഇരിക്കണം, ഇരുന്നേ പറ്റൂ. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ടൈം ഫ്രെയിംസ് വീണ്ടും കാണാം. അത് വലിയ കാര്യമൊന്നുമില്ല. ഡയറക്റ്റ്ലി 1 ഡേ 5 ഡേ ടൈം ഇൻ്റർവെൽസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് നമ്മൾ കാര്യമില്ല. ഓക്കെ. ദെൻ ഇവിടെ കലണ്ടർ ഓപ്ഷൻ ഉണ്ട്. ഈ കലണ്ടർ ഓപ്ഷനിൽ നമുക്ക് ഇവിടെ ഒരു ഗുണം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് പോകണം. ഇപ്പോൾ 2022 ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരെ മാർക്കറ്റിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ള അവിടേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു മാസങ്ങളിലേക്ക് തന്നെ ഓഗസ്റ്റ് 1 തൊട്ട് സെപ്റ്റംബർ 30 വരെയുള്ള ഒരു സമയത്തിലോട്ട് പോകണം. അത് നമ്മളുടെ ഈ ഒരു ബേസിക് പ്ലാനിനേക്കാളും മുമ്പുള്ള പ്രൈസ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അതും കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. കുറച്ച് ഇത്ര ക്യാൻഡിൽസ് അല്ലെങ്കിൽ ഇത്ര ബാർസേ ഈ ഒരു കാണിക്കുള്ളൂ, പ്രൊജക്റ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് മുമ്പ് പ്രീവിയസ് ഡാറ്റ കാണിക്കണമെങ്കിൽ നമുക്ക് പ്രീമിയം പ്ലാൻ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കലണ്ടറിൻ്റെ ഓപ്ഷനിൽ കൊടുക്കുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോർണറിൽ നമുക്ക് കാണാൻ പറ്റും UTC 530 എന്ന് പറഞ്ഞാൽ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു പ്ലസ് ഐക്കൺ ഞാനിവിടെ വയ്ക്കുമ്പോൾ ഈ പ്ലസ് ഐക്കൻ്റെ നേരെ താഴെ നമുക്ക് ഡേറ്റ് കാണാൻ പറ്റും. സാറ്റർഡേ 06 ഡിസംബർ 25 2:29 AM എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കറണ്ട് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേ ഡിസംബർ 25 8:59 8:57 ആ ഒരു ചെറിയ ഡിഫറൻസ് കാരണമാണ്. അപ്പോൾ സെയിം ടൈമാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഞാനുള്ള ഇന്ത്യയിലത്തെ അതേ ടൈമിംഗ് തന്നെയാണ് ഇവിടെയും ആക്കി വെച്ചിരിക്കുന്നത്. അത് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് നമ്മുടെ ടൈം സോൺ സെലക്ട് ചെയ്യണം. ഇവിടെ UTC 530 കൊൽക്കത്ത എന്ന് പറഞ്ഞ ടൈം സോൺ സെലക്ട് ചെയ്താലാണ് ഇതിവിടെ കറക്റ്റായിട്ട് ഇവിടെ കാണിക്കുള്ളൂ. ഇനി ഇത് നിങ്ങളിപ്പോൾ വേറെ കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്താലായിരിക്കും നിങ്ങളുടെ ആ കൺട്രിയിലുള്ള ടൈം അനുസരിച്ച് നമ്മളുടെ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഓപ്പണിംഗ് ഒക്കെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ കുറച്ചും കൂടി ഈസി ആവുള്ളൂ. ഓക്കെ. അപ്പോൾ അത് അത്രേ ഉള്ളൂ. പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ താഴെ നമുക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ വരും. കണ്ടോ ഇവിടെ ന്യൂസ് വരുന്നുണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വരുന്ന ന്യൂസസ് ആണ്. ന്യൂസസ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വരും. അതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ന്യൂസ് ഉണ്ടെങ്കിൽ അതും വരും. ഇപ്പോൾ ഈ ന്യൂസസ് നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ ഈ ക്യാൻഡിൽസിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇവൻസിൻ്റെ അതിൽ പോയി കഴിഞ്ഞാൽ എക്കണോമിക് ഇവൻറ്റ്സ് അൺടിക്കും ചെയ്യാൻ പറ്റും. അത് വേറൊരു സാധനം കൂടി ഇവിടെ വരും. ഓക്കെ. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ അതെന്താ സാധനം എന്നൊക്കെ. ഈ സാധനം കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് എക്കണോമിക് ഇവൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അത് ഓഫായി കഴിഞ്ഞാൽ അത് പോകും. ഓണാക്കണമെങ്കിൽ ഓണാക്കി വെക്കാം. അത് ഏത് ടൈമിലാണ് അത് വരിക എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലേറ്റസ്റ്റ് ന്യൂസ്, ഈ ഒരു സ്റ്റാർ കണ്ടോ, അതാണ് ലേറ്റസ്റ്റ് ന്യൂസ്. അത് അൺടിക്ക് ചെയ്താൽ അത് പോവും വരും. ഓക്കെ. പിന്നെ ന്യൂസ് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഓണാക്കി വെക്കാം. ഓക്കെ. ദെൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നുള്ള കാര്യം അറിയാലോ. അതൊക്കെ ഞാൻ പറഞ്ഞു, കവർ ചെയ്തു. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ട്രേഡിംഗ് വ്യൂവിൽ ഇൻക്ലൂഡഡ് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ ചെയ്യാം. എനിക്ക് എൻ്റെ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്താം ഒക്കെ ചെയ്യാം. വേറെ എന്തെങ്കിലുമൊക്കെ കാര്യവും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. നമുക്ക് അവിടെ അത് ഞാൻ തന്നെ വന്ന് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോ. പിന്നെ വേറെ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയില്ലെങ്കിലും ഇപ്പം കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയാലും ഇത് നിങ്ങളിരുന്ന് കാണുക. കാരണം നമ്മളുടെ ഐസ് ട്രെയിൻഡ് ആയാലാണ് നമുക്ക് വരുന്ന കാര്യങ്ങളും ചാർട്ടിൻ്റെ റീഡ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഈസി ആയിട്ട് പറ്റുള്ളൂ. തുടക്കത്തിൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും, പക്ഷെ അത് ഇവഞ്ച്വലി അത് ചേഞ്ച് ആവും. ഓക്കെ.
അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വരാം. ഇതിൻ്റെ പാർട്ട് 6 ആയിട്ട് നമുക്ക് വരാം. ഇതിപ്പോൾ പാർട്ട് 5 ആണ്. ഓക്കെ, അപ്പോൾ ബൈ.